ನಾಮಕ್ಕೆ ಮಹಿಮೆಯಾಗಲಿ. ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഇങ്ങനെ ആയിരിക്കുന്ന എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಹೀಗೆ ಸೇರಿ ಬರುವಂತದ್ದು ಎಂತ ದೊಡ್ಡ ಆಶೀರ್ವಾದ ಎಂಬುದಾಗಿ ನಾವು ಅನುಭವಿಸುವಂತದ್ದು ಆತನ ಸನ್ನಿಧಾನಕ್ಕೆ ಬರುವಾಗಲೇ. ദൈവമക്കൾ ഒരുമിച്ച് കൂടി ആത്മീയ സന്തോഷവും കൂട്ടായ്മ അനുഭവിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ಜನರು ದೇವರ ಮಕ್ಕಳು ಒಟ್ಟಾಗಿ ಸೇರಿ ಅನ್ಯೂನ್ಯವಾಗಿರುವಂತದ್ದು ಎಂದಿಗೂ ಮರೆಯಲಾಗದಂತ ಒಂದು ಸಂಗತಿಯಾಗಿದೆ. അങ്ങനെ അനേക സന്ദർഭങ്ങളിൽ ഇവിടെ വരുവാനും നിങ്ങളോട് ഒരുമിച്ചുള്ള കൂട്ടായ്മ അനുഭവിക്കാനും എനിക്ക് ഇടയായതും ഞാൻ സന്തോഷിക്കുന്നു. ಅನೇಕ ಸಾರಿ ಇಲ್ಲಿಗೆ ಬಂದು ನಿಮ್ಮ ಅನ್ಯೂನ್ಯತೆಯಲ್ಲಿ ಇರುವಂತೆ ದೇವರು ನನಗೆ അനുഗ്രഹിച്ചതற்காയി ആ സന്തോഷಕ್ಕಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. ഞാൻ ഇവിടെ കഴിഞ്ഞ വർഷം വരുവാനായിട്ട് സാധിച്ചില്ല. വിളിച്ചപ്പോൾ എനിക്ക് അന്ന് വരാനായിട്ട് കഴിഞ്ഞില്ല. എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ಕಳೆದ ವರ್ಷ ಕರೆದಾಗಲೂ ಸಹ ಬರ್ಲಿಕ್ಕಾಗಲಿಲ್ಲ, ಬೇರೆ ಬೇರೆ ಪ್ರೋಗ್ರಾಮ್ಗಳಿದ್ದರಿಂದ. എന്നാൽ ഈ വർഷം നേരത്തെ തന്നെ ബ്രദർ വിളിക്കുക ആ നിലയിൽ വരുവാനായിട്ട് ഇടയായതോർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. ಈ ವರ್ಷ ಸಹೋದರರನ್ನ ಕರೆದರು, ಅವರಿಂದ ಬರ್ಲಿಕ್ಕೆ ಅನುಕೂಲ ಆಯಿತು, ಅದಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും നിങ്ങളുടെ പ്രോത്സാഹനത്തിനുമായിട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ನೀವು ತೋರಿದಂತ ಪ್ರೀತಿಗಾಗಿ, ನಿಮ್ಮ ಅನ್ಯೋನ್ಯತೆಗಾಗಿ ನಾನು ನಿಮಗೆ ವಂದನೆಗಳನ್ನು ತಿಳಿಸುವಂತನಾಗಿದ್ದೇನೆ. ഈ സഭയിൽ ഞാൻ വന്നില്ലെങ്കിലും ഞാൻ ഈ സഭയെ ഓർത്തും പ്രിയ ദേവദാസനെ ഓർത്തും എന്നും എല്ലാ ദിവസവും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കാറുണ്ട്. ನಾನು ಈ ಸಭೆಯಲ್ಲಿ ಇಲ್ಲದಿದ್ದರೂ ಸಹ ನಾನು ಈ ಸಭೆಯನ್ನು ನೆನೆಸಿ ದೇವದಾಸನ ನೆನೆಸಿ ಪ್ರಾರ್ಥಿಸುವಂತನಾಗಿದ್ದೇನೆ. എന്നെ ഓർത്തും നിങ്ങൾ അവരുടെ ദിവസങ്ങളിലും പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ನಾನು ನೆನೆಸಿಕೊಂಡು ನಿಮ್ಮ ಪ್ರಾರ್ಥನೆಗಳಲ್ಲಿ ಪ್ರಾರ್ಥಿಸಬೇಕೆಂಬುದಾಗಿ ನಿಮ್ಮನ್ನು ಕೇಳಿಕೊಳ್ಳುತ್ತೇನೆ. ദൈവത്തിന്റെ വചനം അത് എത്രയോ ശ്രേഷ്ഠമേറിയതാണ്. ಆ ದೇವರ ವಾಕ್ಯ ಅದು ಎಷ್ಟು ಶ್ರೇಷ್ಠವಾದ್ದಾಗಿದೆ. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും ദൈവവചനം കേൾക്കുമ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ആസക്തി ഉണ്ടാകുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ്. ನಾವು ದೇವರ ವಾಕ್ಯ ಕೇಳುತ್ತಿರುವಾಗ ಅದರಲ್ಲಿ ಇನ್ನೂ ಆಸಕ್ತಿ ಉಳ್ಳವರಾಗಿ ಹೋಗುವಂತದ್ದು ದೇವರ ಆತ್ಮನ ಕೆಲಸವಾಗಿದೆ. ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആത്മീക വളർച്ചയ്ക്ക് കാരണമായി തീരും. ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳುವಂತದ್ದು ಆತ್ಮೀಕವಾಗಿ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬೆಳವಣಿಗೆಗೆ ಕಾರಣವಾಗುತ್ತದೆ. അത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ്. ಅದು ದೇವರ ಆತ್ಮನ ಕಾರ್ಯವಾಗಿದೆ. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ നിലയിൽ സന്തോഷിക്കുവാനും ദൈവത്തിന്റെ വചനം കേൾക്കണമെന്നുള്ള ആഗ്രഹം പിന്നെയും ഉണ്ടാകുന്നത്. ದೇವರ ಆತ್ಮನು ನಮ್ಮಲ್ಲಿರುವುದರಿಂದಲೇ ದೇವರ ವಾಕ್ಯ ಕೇಳುವುದರಲ್ಲಿ ಸಂತೋಷ ಮತ್ತು ಆಸಕ್ತಿ ನಮಗಿರುವಂತದ್ದಾಗಿದೆ. ഇന്ന് രാവിലെ നാം ചിന്തിക്കുകയുണ്ടായല്ലോ, നമ്മെ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ನಾವು ಮುಂಜಾನೆ ನಾವು ಹೀಗೆ ದೇವರು ನಮ್ಮನ್ನು ಯಾಕಾಗಿ ಸೃಷ್ಟಿ ಮಾಡಿದನೆಂಬುದಾಗಿ ಕೇಳಿಸಿಕೊಳ್ತಾ ಬಂದೆವು. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മെ സൃഷ്ടിച്ചത് എന്ന് നാം ഓർക്കുകയുണ്ടായി. ಹೇಗೆ ನಮ್ಮನ್ನು ದೇವರು ಸೃಷ್ಟಿ ಮಾಡಿದನು ಎಂಬುದನ್ನು ಸಹ ನಾವು ತಿಳಿದುಕೊಂಡೆವು. നമ്മൾ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ വീണ്ടും ദൈവം എങ്ങനെ നമ്മെ അതിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. ನಾವು ಕಳೆದುಕೊಂಡಂತ ಸಂಗತಿಗಳನ್ನು ದೇವರು ಹೇಗೆ ಮತ್ತೆ ನಮಗೆ ಬರಮಾಡಿದನು ಎಂಬುದಾಗಿ ಸಹ ನಾವು ಕೇಳಿಸಿಕೊಳ್ತಾ ഈ ಬಂದೆವು. ഭൂമിയിൽ നാം ജീവിക്കുന്ന ഓരോ ദിവസവും ദൈവം നമുക്ക് ആവശ്യമായ കൃപകൾ തന്ന് നമ്മെ പരിപാലിക്കുകയാണ്. ಈ ಭೂಮಿಯಲ್ಲಿ ನಾವು ಬದುಕುವ ಎಲ್ಲಾ ದಿನಗಳಲ್ಲಿ ದೇವರು ತನ್ನ ಕೃಪೆಯನ್ನು ಕೊಟ್ಟು ನಮ್ಮ ನಡೆಸ್ತಾ ಇದ್ದಾನೆ. നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ തന്നെ നമുക്ക് മറ്റൊരു വേദഭാഗം വായിച്ച ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ಇದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ಹಾಗೆ ಬೇರೆ ವಾಕ್ಯ ಭಾಗದಲ್ಲಿ ನಾವು ಓದಿ ಕಲಿಯುವಂತರಾಗಿರೋಣ. ಎಫೆಸ ಲೇಖനം 1-ാം ಅಧ್ಯಾയം അതിന്റെ 14-ാം വാക്യം നമുക്ക് വായിക്കാം. ಎಫೆಸ ಪತ್ರಿಕೆ 1ನೇ ಅಧ್ಯಾಯ 4ನೇ ವಚನವನ್ನು ಓದಿಕೊಡುವಂತರಾಗಿರೋಣ. ದೇವರು ಸಂಪಾದಿಸಿಕೊಂಡ ಜನರಿಗೆ ವಿಮೋಚನೆಯಾಗುವುದಕ್ಕೆ ಪವಿತ್ರಾತ್ಮನ ಬಾಧ್ಯತೆಗೆ ಸಂಚಕಾರವಾಗಿದ್ದಾನೆ. ആ വിമോചനയോ ದೇವರ മഹിമയ്ക്ക് എಷ್ಟോ പ്രത്യാശ ಮಾಡುವುದು. അതെ, ഇവിടെ നമ്മൾ വായിക്കുന്ന വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് എന്ന് നാം വായിക്കുന്നു. ಅಲ್ಲಿ ದೇವರು ಸಂಪಾದಿಸಿಕೊಂಡ ಜನರಿಗೆ ವಿಮೋಚನೆಯಾಗುವುದೆಂಬುದಕ್ಕೆ ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. അവിടെ നമുക്ക് ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ದೇವರ ಮಹಿಮೆಯ ಪ್ರಖ್ಯಾತಿಗಾಗಿ ದೇವರು ನಮ್ಮನ್ನ ವಿಮೋಚಿಸಿದ್ದಾನೆ. 6-ാം വാക്യത്തിൽ പൗലോസ് അത് പറയുന്നുണ്ട്. 6ನೇ ವಚನದಲ್ಲಿ ಪೌಲನು ಅದನ್ನು ಹೇಳುತ್ತಾನೆ. തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി ಆತನು ತನ್ನ ಕೃಪೆಯನ್ನು ಪ್ರಖ್ಯಾತಿಗೆ ತರಬೇಕೆಂದು അതിനു വേണ്ടി നമ്മെ മുൻനിയമിച്ചു എന്ന് പൗലോസ് പറയുന്നു. ಅದಕ್ಕಾಗಿ ನಮ್ಮನ್ನು ಮೊದಲೇ ಆದಿಯಲ್ಲಿ ನೇಮಿಸಿದ ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. വീണ്ടും നമ്മൾ അതിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നത് 12ನೇ ವಚನದಲ್ಲಿ ಓದುವಂತದ್ದು, മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ്രയിച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ എന്ന് വീണ്ടും പൗലോസ് പറയുകയാണ്. ಇದಲ್ಲದೆ ಆತನಲ್ಲಿ ನಾವು ದೇವರ ಸ್ವಕ್ಕೆ ಪ್ರಜೆಯಾದೆವು, ಬರಬೇಕಾದ ಕ್ರಿಸ್ತನ ಇದನ್ನು ನೋಡುತ್ತಿದ್ದ ನಾವು
ತನ್ನ ಮಹಿಮೆಯನ್ನು ಪ್ರಖ್ಯಾತಿಪಡಿಸಬೇಕೆಂದು ಸಮಸ್ತ ಕಾರಣ ತನ್ನ ಇಷ್ಟದಂತೆ ನಡೆಸುವ ದೇವರು ಎಂಬುದಾಗಿ അപ്പൊ ನೋಡಬಹುದು. നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ದೇವರು ಏನೆಲ್ಲ ಉದ್ದೇಶ ಇಟ್ಟುಕೊಂಡಿದ್ದಾನೋ ಅದು ಆತನ ಪ್ರಖ್ಯಾತಿಗಾಗಿ ಆಗಿದೆ. ദൈവം നമ്മെ എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നത് ഈ സഭ കർത്താവിന്റെ ശരീരമായിട്ടാണ്. ಆ ಎಫೆಸ ಪತ್ರಿಕೆಯಲ್ಲಿ ಪೌಲನು ಈ ಸಭೆ ಕುರಿತು ವಿವರಿಸುವಂತದ್ದು ಸಭೆ ಕರ್ತನ ದೇಹವಾಗಿದೆ ಅಂತ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് ಎಫೆಸದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ ಬಹಳ ಆಶೀರ್ವಾದಕರವಾದಂತ ಒಂದು ಪತ್ರಿಕೆ ಆಗಿದೆ. കർത്താവായ യേശു ക്രിസ്തുവും സഭയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ಸಭೆ ಮತ್ತು ಕ್ರಿಸ್ತನು ಹೇಗೆ ಸಂಬಂಧಪಟ್ಟವರಾಗಿದ್ದಾರೆ ಎಂಬುದಾಗಿ ಎಫೆಸ ಪತ್ರಿಕೆಯಲ್ಲಿ ನಾವು ನೋಡುವಂತರಾಗಿದ್ದೇವೆ. അതിൽ പ്രധാനമായിട്ട് പൗലോസ് മൂന്ന് കാര്യങ്ങളോട് ഉപമിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ಅಲ್ಲಿ ಪ್ರಾಮುಖ್ಯವಾಗಿ 3 ವಿಷಯಗಳನ್ನ ಆತನು ಹೇಳುವುದನ್ನು ನೋಡುತ್ತೇವೆ. ഒന്ന്, സഭ ക്രിസ്തുവിന്റെ ശരീരവും ക്രിസ്തു സഭയുടെ തലയുമാണ്. ಮೊದಲನೇದಾಗಿ ಸಭೆ ಕ್ರಿಸ್ತನ ದೇಹವಾಗಿದೆ ಮತ್ತು ക്രിസ്തನು സഭയ്ക്ക് തലയാಗಿದ್ದಾನೆ. ഒന്നാം അധ്യായത്തിന്റെ 20, 21, 22 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. 1-22-23 ಅದನ್ನು ಓದುತ್ತೇವೆ. അത് തന്നെ ക്രിസ്തുവുമായിട്ട് സഭയ്ക്കുള്ളതായ ബന്ധത്തെ കാണിക്കുന്നതാണ്. ಅದು ಕ್ರಿಸ್ತನಿಗೂ ಸಭೆಗಿರ್ತಕ್ಕಂಥ ಸಂಬಂಧವನ್ನು ತೋರಿಸುವುದಾಗಿದೆ. അതായത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കും ക്രിസ്തുവിനും തമ്മിലുള്ളതായ ബന്ധം, ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತದಿಂದ ಕೊಳ್ಳಲ್ಪಟ್ಟವರಿಗೂ ಮತ್ತು ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ ಇರುವಂತ ಸಂಬಂಧ, ആ ബന്ധം വളരെ അനുഗ്രഹിക്കപ്പെട്ട ಆ ಒಂದು ಸಂಬಂಧ ಬಹಳ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ಸಂಬಂಧ. നമ്മുടെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ, കയ്യ്, കാല്, മൂക്ക്, കണ്ണ്, ഇതെല്ലാം ഈ ശരീരത്തോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ ക്രിസ്തുവിന്റെ തലയോട് നമ്മൾ ഓരോരുത്തരും ബന്ധപ്പെട്ടിരിക്കുകയാണ്. ನಮ್ಮ ಶರೀರದಲ್ಲಿರ್ತಕ್ಕಂಥ ಕೈ, ಕಾಲು, ತಲೆ ಎಲ್ಲವೂ ಯಾವ ರೀತಿಯಲ್ಲಿ ಒಂದು ಒಳ್ಳೆ ಸಂಬಂಧ ಉಳ್ಳದ್ದಾಗಿದೆಯೋ ಅದೇ ಪ್ರಕಾರ ಕ್ರಿಸ್ತನಿಗೂ ಸಭೆಗೆ ಇರ್ತಕ್ಕಂಥ ಸಂಬಂಧ ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ಎಂತ ಒಂದು ಆಶೀರ್ವಾದದ ಒಂದು ಪದ. രണ്ടാം അധ്യായത്തില് കർത്താവും സഭയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നത്, 2ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಸಭೆಗೂ ಕರ್ತನಿಗಿರ್ತಕ್ಕಂಥ ಸಂಬಂಧದ ಕುರಿತಾಗಿ ಹೇಳುತ್ತದೆ. യേശു ക്രിസ്തു മൂലക്കല്ലും സഭ ജീവനുള്ള കല്ലുകളുമാണ്. ಯೇಸು ಕ್ರಿಸ್ತನ ಮುಖ್ಯವಾದ ಮೂಲೆಗಲ್ಲು, ಸಭೆ ವಿಶ್ವಾಸಿಗಳು ಜೀವುಳ್ಳ ಕಲ್ಲುಗಳು ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. അതായത് നമുക്കറിയാം, നമ്മുടെ ഈ സഭാഗോള്, ನಮಗೆ ಗೊತ್ತಿದೆ ಈ ಸಭಾ ಕಟ್ಟಡ, ഇത് പണിയുന്ന സമയത്ത്, ಇದು ಕಟ್ಟುವ ಸಮಯದಲ್ಲಿ ദൈവദാസന്മാര്, ദൈവമക്കൾ ഒരുമിച്ച്, സഭയിലുള്ളവരും ദൈവദാസൻ ഒരുമിച്ച് കൂടി വന്ന ഒരു കല്ല് ആദ്യമായിട്ട് നാട്ടി. ಇದನ್ನು ಕಟ್ಟುವಂತ ಸಂದರ್ಭದಲ್ಲಿ ಪ್ರಾರಂಭ ಮಾಡುವಾಗ ದೇವ ಸೇವಕರು, ದೇವರ ಮಕ್ಕಳು ಬಂದು ಪ್ರಾರ್ಥಿಸಿ ಒಂದು ಕಲ್ಲನ್ನು ಇಟ್ಟರು. അങ്ങനെ പ്രാർത്ഥിച്ച കല്ല് ഇട്ടതിന്റെ ആശയം, ആ കല്ലിനോട് ചേർത്താണ് പിന്നെ ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത്. ಆ ಮೂಲೆಗಲ್ಲು ಸೇರಿಸಿ ಈ ಕಟ್ಟಡವು ಕಟ್ಟಲ್ಪಟ್ಟಿದೆ. ആദ്യം ഒരു കല്ലിട്ടു, ആ കല്ലിനെ തുടർന്ന് ഓരോ കല്ലുകൾ വെച്ച ഈ ಮೊದಲನೇದಾಗಿ ಒಂದು ಕಲ್ಲಿಗಿಟ್ಟು ನಂತರ ಮುಂದುವರೆದು ಅನೇಕ ಕಲ್ಲುಗಳನ್ನು ಅದಕ್ಕೆ ಸೇರಿಸಿ ಇಡ್ತಾ ಬಂದ. അങ്ങനെ കല്ലുകൾ വെച്ച് പണിത അത് തീർത്ത, അത് വൈറ്റ് വാഷ് ഒക്കെ ചെയ്തപ്പോ മനോഹരമായ ഒരു കെട്ടിടമാണ്. ಅದೆಲ್ಲ ಕಲ್ಲುಗಳಿಂದ ಕಟ್ಟಲ್ಪಟ್ಟು ಅದು ಕಂಪ್ಲೀಟ್ ಕೆಲಸ ಸಂಪೂರ್ಣವಾಗಿ ಪೇಂಟ್ ಹೊಡೆದಾಗ ಅದು ಸುಂದರವಾದಂತಹ ಒಂದು ಕಟ್ಟಡವಾಯಿತು. ഇതുപോലെ തന്നെ സഭയെയും കർത്താവിനെയും കുറിച്ച് ദൈവാത്മാവ് ചിത്രീകരിച്ചിരിക്കുകയാണ്. ಇದೇ ರೀತಿಯಾಗಿ ದೇವರಾತ್ಮನು ಕರ್ತನು ಮತ್ತು ಸಭೆಯ ಕುರಿತಾಗಿ ಚಿತ್ರಿಸಿರುವುದನ್ನು ನೋಡುತ್ತೇವೆ. അത് രണ്ടാം അധ്യായം 21, 22 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 2ನೇ ಅಧ್ಯಾಯ 22, 23 ನಾವು ಓದುವಂತರಾಗಿದ್ದೇವೆ. കർത്താവ് വസിക്കുന്ന ഇടമാണ് സഭ. ಕರ್ತನು ವಾಸಿಸುವಂತ ಸ್ಥಳವೇ ಸಭೆಯಾಗಿದೆ. സഭയിലാണ് കർത്താവ് വസിക്കുന്നത്. ಸಭೆಯಲ್ಲಿ ಕರ್ತನು ವಾಸಿಸುವನಾಗಿದ್ದಾನೆ. വ്യക്തിപരമായിട്ട് നാം പറയുമ്പോൾ നമ്മിൽ വസിക്കുന്നു, ವ್ಯಕ್ತಿಗತವಾಗಿ ಹೇಳುವಾಗ ನಮ್ಮಲ್ಲಿ ವಾಸ ಮಾಡ್ತಾ ಇದ್ದಾನೆ. എന്നാൽ സഭയോടുള്ള ബന്ധത്തിൽ പൊതുവായി പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, സഭയാണ് ദൈവത്തിന്റെ നിവാസം. ದೇವರಾತ್ಮನು ಹೀಗೆ ಹೇಳ್ತಾನೆ, ಸಭೆ ಒಟ್ಟಾಗಿ ಸೇರುವಾಗ ಸಭೆ ಅದು ದೇವರ ಆಲಯವಾಗಿದೆ ಎಂಬುದಾಗಿ. ആ സഭയിലെ ഓരോ കല്ലുകളാണ് നമ്മൾ ഓരോരുത്തരും. ಆ ಸಭೆಯಲ್ಲಿ ಒಂದೊಂದು ಕಲ್ಲುಗಳು ನಾವು ಆಗಿದ್ದೇವೆ ಎಂಬುದನ್ನು ನೋಡುತ್ತೇವೆ. ലേഖനം 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. 1 ಕೊರಿಂಥ 3ನೇ ಅಧ್ಯಾಯ 6ನೇ ವಚನ 16ನೇ ವಚನ ಓದುತ್ತೇವೆ. 1 കൊരിന്ത്യർ 3:16. 3:16. ನೀವು ದೇವಾಲಯವಾಗಿದ್ದರೆಂದು ದೇವರ ಆತ್ಮನು ನಿಮ್ಮಲ್ಲಿ ವಾಸ ಮಾಡುತ್ತಾನೆಂದು ನಿಮಗೆ ಗೊತ್ತಿಲ್ಲವೋ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ಅಲ್ಲಿ ನೀವು ದೇವರಾಲಯವಾಗಿದ್ದೀರೆಂದು ದೇವರಾತ್ಮನು ನಿಮ್ಮಲ್ಲಿ ವಾಸ ಮಾಡುತ್ತಾನೆಂದು ನಿಮಗೆ ಗೊತ್ತಿಲ್ಲವೋ? അപ്പൊ ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും.
ಆ ದೇವರ നാവെല്ലാവരും ഒಬ್ಬൊಬ್ಬരും സഹ ದೇವರ ಮಂದಿರವಾಗಿದ್ದೇವೆ. അപ്പൊ ദൈവം വസിക്കുന്ന സ്ഥലം, ದೇವರು ವಾಸಿಸುವ ಸ್ಥಳ. അത് തന്നെയാണ് വ്യക്തിപരമായി പറയുമ്പോൾ 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ദാതാക്കൾക്കുള്ളവരല്ല എന്നും നിങ്ങളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. ಅಲ್ಲಿ ನೀವು ನಿಮ್ಮ ಸ್ವಂತ ಸೊತ್ತಲ್ಲ, ನೀವು ಕ್ರಾಯಕ್ಕೆ ಕೊಡಲ್ಪಟ್ಟವರು ಎಂಬುದಾಗಿ ನಿಮಗೆ ಗೊತ್ತಿಲ್ಲೋ ಎಂಬುದಾಗಿ ಅದೇ 6ನೇ ಅಧ್ಯಾಯ 19ನೇ ವಚನದಲ್ಲಿ ಓದುತ್ತೀವಿ. അവിടെയും പരിശുദ്ധാത്മാവിന്റെ നിവാസമാകേണ്ടതിനാണ്. ಅಲ್ಲಿ ನೀವು ಪರಿಶುದ್ಧ ದೇವರಾತ್ಮನಿಗೆ ವಾಸ ಸ್ಥಳವಾಗ್ಲಿಕ್ಕಾಗಿ ಎಂಬುದಾಗಿ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് ദൈവാലയത്തിലാണ്. ದೇವರಾತ್ಮನು ವಾಸ ಮಾಡುವಂತದ್ದು ದೇವರ ಆಲಯದಲ್ಲಿ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം വസിക്കുമ്പോൾ മാത്രമേ സഭയും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. ನಾವು ನಮ್ಮ ವೈಯಕ್ತಿಕ ಜೀವನದಲ್ಲಿ ದೇವರ ಇರುವಿಕೆಯನ್ನ, ಆತನ ಒಂದು ಸಾನ್ನಿಧ್ಯವನ್ನು ಅನುಭವಿಸುವಾಗೆ ಸಭೆಯಾಗಿ ಸೇರಿ ಬರುವಾಗ ಆತನ ಸಾನ್ನಿಧ್ಯವನ್ನು ಅನುಭವಿಸುತ್ತೇವೆ. ഈ അടിസ്ഥാനമിട്ട കല്ലുകളോട് കല്ലുകൾ ചേർത്ത് പണിത ഈ കെട്ടിടം മനോഹരമാക്കി തീർത്തിരിക്കുന്നു. ಆ ಒಂದೊಂದು ಕಲ್ಲುಗಳಾಗಿ ಕಟ್ಟಲ್ಪಟ್ಟು ಈ ಕಟ್ಟಡ ಸುಂದರವಾಗಿ ಆಗಿದೆ. നമ്മൾ ഓരോരുത്തരും ഒരു കെട്ടിടത്തിന്റെ കല്ലുകളാണ്. ನಾವು ಒಬ್ಬೊಬ್ಬರು ಸಹ ಒಂದು ಕಟ್ಟಡದ ಕಲ್ಲುಗಳಾಗಿದ್ದೇವೆ. നമുക്കൊരു വ്യത്യാസമുണ്ട്. ನಮಗೊಂದು ವ್ಯತ್ಯಾಸ ಇದೆ. എന്താണ് നമുക്കുള്ള വ്യത്യാസം? ನಮಗಿರುವಂತ ವ್ಯತ್ಯಾಸ ഈ ഹാളിന്റെ കല്ലുകളേക്കാൾ ഉള്ള വ്യത്യാസം എന്താണ്? ಈ ಕಟ್ಟಡದ ಕಲ್ಲುಗಳಿಗಿಂತ ವ್ಯತ್ಯಾಸವಾದಂತದ್ದೇನು ನಮ್ಮಲ್ಲಿ? നമ്മൾക്കുള്ള വ്യത്യാസം എന്താ? ನಮಗಿರುವಂತ ವ್ಯತ್ಯಾಸ ಏನು? ജീവനുള്ള കല്ല്. ನಾವು ಜೀವವುಳ್ಳ ಕಲ್ಲು. പത്രോസ് പറയുമ്പോൾ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്, ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. ಅಪೊಸ್ತಲನಾದ ಪೇತ್ರನು 2ನೇ ಅಧ್ಯಾಯದಲ್ಲಿ 4ನೇ ವಚನದಿಂದ ಓದುವಾಗ ನಾವು ಜೀವವುಳ್ಳ ಕಲ್ಲುಗಳಾಗಿದ್ದೇವೆ. ജീവനുള്ള കല്ലുകൾ എന്ന പോലെ നിങ്ങളെ ആത്മീയ ആരാധന കഴിപ്പാൻ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ನೀವು ಜೀವವುಳ್ಳ ಕಲ್ಲುಗಳಾಗಿ ಕಟ್ಟಲ್ಪಟ್ಟು ಆತ್ಮೀಯಗಳನ್ನು ಸಮರ್ಪಿಸುವಂತವರಾಗಿದ್ದೀರಿ ಎಂಬುದಾಗಿ. മൂന്നാമതായി എഫെസ്യ ലേഖനത്തിലെ ചിത്രീകരണം. ಮೂರನೇದಾಗಿ ಎಫೆಸಸ್ ಪತ್ರಿಕೆಯಲ್ಲಿರ್ತಕ್ಕಂತ ಚಿತ್ರೀಕರಣ ಏನಂದ್ರೆ, 5-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയുമായിട്ടാണ്. 5ನೇ ಅಧ್ಯಾಯಕ್ಕೆ ಬರುವಾಗ ಕ್ರಿಸ್ತನು ಮೊದಲಿಂಗನು, ಸಭೆ ಮೊದಲಗಿತ್ತಿ ಎಂಬುದಾಗಿ ಚಿತ್ರಿಸಲ್ಪಟ್ಟಿದೆ. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കുന്ന വിഷയങ്ങളായിരിക്കാം. ಇದೆಲ್ಲವೂ ಸಹ ನೀವು ಕೇಳಿರುವಂತ ವಿಷಯಗಳಾಗಿದೆ. എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴാണല്ലോ കൂടുതൽ അറിവ് നമുക്കുണ്ടാകുന്നത്. ನಾವು ನಮ್ಮ ಜೀವನದಲ್ಲಿ ಮತ್ತೆ ಕೇಳುವಾಗ ಇನ್ನೂ ಹೆಚ್ಚು ಅರಿವು ಉಂಟಾಗ್ತದೆ. ദൈവത്തിന്റെ സഭയും കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, ದೇವರ ಸಭೆ ಮತ್ತು ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಿಗಿರ್ತಕ್ಕಂಥ ಸಂಬಂಧ, ಅದು ഒരിക്കലും വേർപെടുത്തുവാൻ കഴിയാത്ത ബന്ധമാണ്. ಅದು ಎಂದಿಗೂ ಬೇರ್ಪಡಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲದ ಸಂಬಂಧ. കർത്താവ് മണവാളനും സഭ മണവാട്ടിയുമാണ്. ಕರ್ತನು ಮೊದಲಿಂಗನಾಗಿದ್ದಾನೆ, ಸಭೆ ಮೊದಲಗಿತ್ತಿಯಾಗಿದೆ. ഈ സഭയ്ക്ക് മാത്രമുള്ള ഒരു പദവിയാണ്. ಈ ಸಭೆಗಿರ್ತಕ್ಕಂಥ ಸಭೆಗೆ ಮಾತ್ರ ಇರುವಂತ ಒಂದು ಪದವಿ ಇದೆ. സഭയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെട്ടവർക്കുമാണ്. ಸಭೆ ಎಂಬುದಾಗಿ ನಾನು ಹೇಳುವಂತದ್ದು ರಕ್ಷಿಸಲ್ಪಟ್ಟಂತವರ ಕುರಿತಾಗಿ. ഇന്ന് ഈ ദിവസം ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെടാതെ ഇവിടെ നിന്ന് പോകരുത്. ಈ ಒಂದು ಗುಂಪಿನಲ್ಲಿ ರಕ್ಷಿಸಲ್ಪಡದೆ ಇರುವಂತವರು ಈ ಕೂಟಕ್ಕೆ ಬಂದಿರುವುದಾದ್ರೆ ರಕ್ಷಣೆ ಹೊಂದದೆ ಈ ಕೂಟದಿಂದ ಹೋಗಬಾರದು. പ്രിയമുള്ളവരെ, നിങ്ങൾ നാളെ ആകട്ടെ എന്ന് വിചാരിച്ചാൽ നാളത്തെ ദിവസം ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല. ನಾಳೆ ನೋಡೋಣ ಎಂಬುದಾಗಿ ಹೇಳಿಕೊಂಡು ಹೋಗಿ ನಾಳೆ ಆ ದಿನ ನಿಮ್ಮದಾಗಿಲ್ಲದೆ ಇರಬಹುದು. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, ഇന്നാകുന്നു രക്ഷാ ദിവസം, ഇന്നാകുന്നു. ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಹೇಳುವಂತದ್ದು ಇದೇ ರಕ್ಷಣೆ ದಿನ, ಇದೇ ಸುಪ್ರಸನ್ನತೆ ಕಾಲ ಎಂಬುದಾಗಿ. നാളത്തെ ദിവസം നമുക്കുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ನಾಳೆ ನಮಗೆ ಆ ದಿನ ಸಿಗ್ತದೆ ಎಂಬುದಾಗಿ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ರಕ್ಷಣೆ ಹೊಂದದೇ ಇದ್ರೆ ರಕ್ಷಿಸಲ್ಪಟ್ಟು ದೀಕ್ಷಾ ಸ್ನಾನದಲ್ಲಿ ವಿಧೇಯರಾಗಿ ಸಭೆಯ ಅನುಮತಿಯಲ್ಲಿ ಮುಂದುವರಿಬೇಕೆಂಬುದಾಗಿ ದೇವರು ಬಯಸುವ. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണ് പറയുന്നത്, കർത്താവിന്റെ മണവാട്ടി. ಆ ರೀತಿಯಾಗಿ ರಕ್ಷಿಸಲ್ಪಟ್ಟಂತ ಅವರಿಗೆ ಹೇಳುವಂತದ್ದು ಕರ್ತನ ಮೊದಲಗಿತ್ತಿ ಅಂತ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ബന്ധമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ಎಂತ ಒಂದು ಆಶೀರ್ವಾದದ ಸಂಬಂಧ ನಮಗೆ ದೇವರು ಕೊಟ್ಟಿದ್ದಾರೆ. നമ്മൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ വായിച്ചല്ലോ. ನಾವು ಎಫೆಸ ಪತ್ರಿಕೆ 1ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಓದುವಲ್ವಾ, നമുക്ക് തന്നിരിക്കുന്ന ഈ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതായ ഒരു വാക്യമാണ് 14-ാം വാക്യം. 14ನೇ ವಚನ ನಮಗೆ ತಂದಿರತಕ್ಕಂತ ಈ ಸಂಬಂಧದ ಕುರಿತಾಗಿ
ಅದು ದೃಢವಾಗಿ ನಮ್ಮನ್ನು ದೃಢಪಡಿಸುವಂತದ್ದಾಗಿದೆ. അത് ദൃഢമായി നമ്മെ ദൃഢപ്പെടുത്തുന്നത് നോക്കി അത്രമാത്രം ശക്തിയേറിയ ഒരു കാര്യമാണ്. ಅದು ನಮ್ಮನ್ನ ದೃಢಪಡಿಸುವಂತ ಒಂದು ಕಾರ್ಯವಾಗಿದೆ. അവിടെ എന്താണ് നാം വായിക്കുന്നത്? ಅಲ್ಲಿ ಏನ್ ನೋಡ್ತೇವೆ ನಾವು? തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ കൃപാ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ದೇವರು ಸಂಪಾದಿಸಿಕೊಂಡ ಜನರಿಗೆ ವಿಮೋಚನೆಯಾಗುವುದೆಂಬುದಕ್ಕೆ ಪವಿತ್ರಾತ್ಮನು ನಮ್ಮ ಬಾಧ್ಯತೆಗೆ ಸಂಚಕಾರವಾಗಿದ್ದಾನೆ. ಆ ವಿಮೋಚನೆಯು ದೇವರ ಮಹಿಮೆಗೆ ಎಷ್ಟೋ ಪ್ರಖ್ಯಾತಿಯನ್ನು ಉಂಟು ಮಾಡುವುದು. കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് കേൾക്കുവാനായിട്ടിടയായി. ಕಳೆದ ದಿನಗಳಲ್ಲಿ ಒಂದು ಸಂದೇಶವನ್ನ ಕೇಳಲಿಕ್ಕೆ ನನಗೆ ಅವಕಾಶ ಆಯ್ತು. അതില് ആ പ്രസംഗം പറഞ്ഞ ആള് അദ്ദേഹം ഒരു വിശ്വാസിയാണ്. ಆ ಪ್ರಸಂಗ ಮಾಡಿದಂತದ್ದು ಒಬ್ಬ ವಿಶ್ವಾಸಿ. ഇന്ന് അദ്ദേഹം നേരത്തെ ബ്രദർകാരനായിരുന്നു. ಮೊದಲು ಸಹೋದರ ಸಭೆಯಲ್ಲಿದ್ದಂತವನ, എന്നാൽ ഇന്ന് അദ്ദേഹം ബ്രദർകാരനല്ല. ಈಗ ಆತನ ಸಹೋದರ ಸಭೆಯಲ್ಲಿ. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് മുമ്പ് ഉണ്ടായിരുന്ന ആളുകൾക്ക് ആത്മാവില്ല എന്നാണ്. ನಾನು ಇದ್ದಂತ ಯಾವ ಸಭೆಯಲ್ಲಿದ್ನೋ ಆ ಸಭೆಯವರಿಗೆ ಆತ್ಮನೇ ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. ഞാൻ അന്നേരം വളരെ അതിശയിച്ചു പോയി. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? ನನಗೆ ಆಶ್ಚರ್ಯ ಆಯ್ತಿದೆ, ಏನ್ ಹಿಂಗ್ ಕೇಳ್ತಾ ಇದೀನಿ ಅವನು. കാരണം ബ്രദറുകാരെ പോലെ ദൈവ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നവരാരും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ಸಹೋದರರ ಸಭೆಯಂತೆ ಆತ್ಮನ ಕುರಿತಾಗಿ ಕಲಿಸುವಂತವ್ರು ಯಾರು ಇಲ್ಲ ಅಂತ ನಾನು ಅರ್ಥ ಮಾಡ್ಕೊಂಡಿದ್ದೀನಿ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ തെറ്റായിട്ട് പഠിപ്പിക്കില്ല. ಆದ್ರೆ ನಾವು ತಪ್ಪಾಗಿ ಯಾವುದನ್ನು ಕಲಿಸೋದಿಲ್ಲ. അതായത് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാഭിഷേകം കിട്ടും, അപ്പൊ അന്യഭാഷ പറയും, അപ്പൊ ഇളക്കം ഉണ്ടാകും, പെരുപ്പം ഉണ്ടാകും, ഒച്ച ഉണ്ടാകും എന്നൊന്നും നമ്മൾ പഠിപ്പിക്കാറില്ല. ಉಪವಾಸ ಇದ್ದು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರೆ ಪವಿತ್ರಾತ್ಮ ಬರ್ತಾನೆ, ಆಗ ಎಲ್ಲ ಕೂಗಾಟ ಇರ್ತದೆ, ಹೀಗೆಲ್ಲ ಗಲಿಬಿಲಿ ಮಾಡ್ತದೆ ಎಂಬುದಾಗಿ ಎಂದಿಗೂ ಬೋಧಿಸೋದಿಲ್ಲ. അതാണ് ആത്മാവിന്റെ പ്രവർത്തനം. ആത്മാവിന്റെ പ്രവർത്തനം അതാണ്. ಆತ್ಮನ ಕೆಲಸ ಅದಾಗಿದೆಯಾ? അങ്ങനെയാണ് ആളുകൾ ചിന്തിച്ചിരിക്കുന്നത്. ಜನರು ಹೀಗೆ ಚಿಂತಿಸ್ತಾರೆ, ಈ ರೀತಿ ಆಗ್ಬೇಕು. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ബഹളങ്ങൾ ഉണ്ടാകണം, കയ്യടി ഉണ്ടാകണം, ഭാഷ ഉണ്ടാകണം, നമ്മളെ തന്നെ മറന്നു പോകണം എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. ಆ ಪವಿತ್ರಾತ್ಮನು ಎಂಬುದಾಗಿ ಹೇಳುವಾಗ, ಪವಿತ್ರಾತ್ಮ ಇದ್ದಾನೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಏನ್ ಮಾಡ್ಬೇಕು? ನಾವು ಗಲಭೆ ಉಂಟು ಮಾಡ್ಕೋಬೇಕು, ಕೂಗಾಡ್ಬೇಕು, ಅನ್ಯ ಭಾಷೆ ಮಾತಾಡ್ಬೇಕು, ನಮ್ಮನ್ನ ಮರೆತು ಹೋಗണം, ನಮ್ಮನ್ನ ನಾವು ಮರ್ತೊಡಬೇಕು, ಪರಿಸರ ಮರಕണം, ಎಲ್ಲವನ್ನ ಮರ್ತೊಡಬೇಕು. ಈ ರೀತಿ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സുബോധത്തിന്റെ ആത്മാവെന്നാണ്. ಆ ಪವಿತ್ರಾತ್ಮನ ಕುರಿತಾಗಿ ಸುಜ್ಞಾನದ ಆತ್ಮ ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. അങ്ങനെ വായിച്ചിട്ടുണ്ടോ? ಹಾಗೆ ಓದಿದ್ದೀರಾ? ദിവസത്തിന്റെ 2-ാം ലേഖനം 1-ാമത്തെ 7-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനെയല്ല വായിക്കുന്നത്. 2 തിമോത്തി chapter 1:7. 1-ನೇ ವಚನ 2 ತಿಮೋಥೆ 1:7. ದೇವರು ನಮಗೆ ಕೊಟ್ಟಿರುವ ಆತ್ಮವು ಬಲ, ಪ್ರೀತಿ, ಶಿಕ್ಷಣಗಳ ಆತ್ಮ ಹೊರತು ಹೇಡಿತನದ ಆತ್ಮವಲ್ಲ. ಆದ್ದರಿಂದ ಆದುದರಿಂದ ನೀವು ನಮ್ಮ ಕರ್ತನನ್ನು ಕುರಿತು ಹೇಳುವ ಸಾಕ್ಷಿಯ ವಿಷಯದಲ್ಲಾಗಲಿ ಆತನ ಸೆರೆಯವನಾದ ನನ್ನ ವಿಷಯದಲ್ಲಾಗಲಿ ನಾಚಿಕೆ ಪಡದೆ ದೇವರ ಬಲವನ್ನು ಆಶ್ರಯಿಸಿ ನನ್ನೊಂದಿಗೆ ಸುವಾರ್ತೆಗೋಸ್ಕರ ಶ್ರಮೆಯನ್ನು ಅನುಭವಿಸು. 2 തിമോത്തി 1:7. അവിടെ പറയുന്നത് ಸುಬೋಧത്തിന്റെ ಆತ್ಮಾವೆಂದು. ದೇವರು ನಮಗೆ ಕೊಟ್ಟಿರುವ ಆತ್ಮವು ಬಲ, ಪ್ರೀತಿ, ಶಿಕ್ಷಣಗಳ ಆತ್ಮವೇ ಹೊರತು ಹೇಡಿತನದ ಆತ್ಮವಲ್ಲ. ಅದೇ ಸುಬೋಧത്തിന്റെ ಬಲ, ಪ್ರೀತಿ, ಶಿಕ್ಷಣಗಳ ಆತ್ಮವೇ. ഓക്കെ, അവിടെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ആത്മാവിന്റെ 7 സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നു. ಅಲ್ಲಿ ಆತ್ಮನ 7 ಸ್ವಭಾವಗಳನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. ശക്തിയുടെ ആത്മാവ്, ಬಲದ ಆತ್ಮ, സ്നേഹത്തിന്റെ ആത്മാവ്, ಪ್ರೀತಿಯ ಆತ್ಮ, സുബോധത്തിന്റെ ആത്മാവ്, ಶಿಕ್ಷಣಗಳ ಆತ್ಮ. ഇങ്ങനെ അനേക കാര്യങ്ങൾ ആ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ಇಲ್ಲಿ ಅನೇಕ ವಿಷಯಗಳು ಪವಿತ್ರಾತ್ಮನ ಕುರಿತಾಗಿ ಬರೆದಿದೆ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം പറയുമ്പോൾ ഒരു കാര്യം പറയുന്നത് സുബോധത്തിന്റെ ആത്മാവെന്നാണ്. ಪರಿಶುದ್ಧಾತ್ಮನ ಗುಣಗಳ ಕುರಿತಾಗಿ ಬರೆಯುವಾಗ ಅದು ಶಿಕ್ಷಣಗಳ ಆತ್ಮ ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. എന്ന് പറഞ്ഞാൽ സുബോധമില്ലാത്ത ഒരു ആത്മാവല്ല പരിശുദ്ധാത്മാവ്. ಅಲ್ಲಿ ಯಾವ ಅರಿವಿಲ್ಲದ ಆತ್ಮವಲ್ಲ ಪರಿಶುದ್ಧಾತ್ಮ. ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നുകൊണ്ടാണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. ಈ ಪರಿಶುದ್ಧಾತ್ಮನ ನಮಗೆ ಕಳಿಸಿಕೊಟ್ಟು ನಮ್ಮನ್ನ ದೇವರು ರಕ್ಷಿಸಿರುವಂತದ್ದು. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അത് തന്നെ ഒരു വിഷയമാണ്. ಪವಿತ್ರಾತ್ಮನ ಕಾರ್ಯಗಳ ಕುರಿತಾಗಿ ಕಲಿಲಿಕ್ಕೆ ಅನೇಕ ವಿಷಯಗಳಿವೆ. ಅದೊಂದು
ಈ ಮತ್ತೊಂದು ವಿಷಯವಾಗಿದೆ ಅದು. അതിലേക്കെല്ലാം പോകാനായിട്ട് എനിക്ക് സമയമില്ല. ಅಲ್ಲಿಗೆಲ್ಲ ಹೋಗ್ಲಿಕ್ಕೆ ನನಗೆ ಸಮಯ ಇಲ್ಲ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വാക്യം മാത്രം ഒന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ಹೇಳಿರುವಂತ ಈ ವಾಕ್ಯದಲ್ಲಿ ಮಾತ್ರ ನಾವು ಕಲಿಯುವಂತರಾಗಿರೋಣ. അവൻ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ಆ ಪವಿತ್ರಾತ್ಮನ ಮೂಲಕವಾಗಿ ನಮ್ಮ ಬಾಧ್ಯತೆಗೆ ಸಂಚಕಾರವಾಗಿ ಮುದ್ರೆ ಹಾಕಿದ್ದಾನೆ ಎಂಬುದಾಗಿ പരിശുദ്ധാത്മാവിന്റെ 7 പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ಪವಿತ್ರಾತ್ಮನ 7 ಕಾರ್ಯಗಳ 5 പ്രവർത്തനങ്ങൾ 5 ಕಾರ್ಯಗಳ ಕುರಿತಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. പരിശുദ്ധാത്മാവ് പ്രാപിക്കുക, ಪರಿಶುದ್ಧಾತ್ಮನು ಸಿಕ್ಕುತ್ತಾನೆ, പരിശുദ്ധാത്മ സ്നാനം, ಪವಿತ್ರಾತ್ಮನ ಸ್ನಾನ, പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിംഗ്, ಆ ಪರಿಶುದ್ಧಾತ್ಮನ ಅಭಿಷೇಕ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ മുദ്ര, ಪರಿಶುದ್ಧಾತ್ಮನ ಮುದ್ರೆ, പരിശുദ്ധാത്മ നിറവ്, ಪರಿಶುದ್ಧಾತ್ಮನ ತುಂಬುವಿಕೆ. 5 ഓഫീസസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഈ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് ആ നിലയിൽ നമുക്ക് ಒಂದು ಕಾರ್ಯಗಳು 5 ಕಾರ್ಯಗಳು. ഈ 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ ಈ 5 ವಿಷಯಗಳನ್ನು ಅರ್ಥ ಮಾಡಿಕೊಂಡ್ರೆ എന്താണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ಆಗ ನಮಗೆ ಗೊತ್ತಾಗ್ತದೆ ಪವಿತ್ರಾತ್ಮನ ಕಾರ್ಯ ಏನಂತ. റിസീവിംഗ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ಆ ಪವಿತ್ರಾತ್ಮನನ್ನ ಸ್ವೀಕರಿಸುವುದು, ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ಪವಿತ್ರಾತ್ಮನ ಸ್ನಾನ, ಅನೋಯಿಂಟಿಂಗ್ ಆಫ್ ದಿ ಹೋಲಿ ಸ್ಪಿರಿಟ್, ಪವಿತ್ರಾತ್ಮನ ಅಭಿಷೇಕ, ಫಿಲ್ಲಿಂಗ್ ಆಫ್ ದಿ ಹೋಲಿ ಸ್ಪಿರಿಟ್, ಪವಿತ್ರಾತ್ಮನ ತುಂಬುವಿಕೆ, ಸೀಲಿಂಗ್ ಆಫ್ ದಿ ಹೋಲಿ ಸ್ಪಿರಿಟ್. ಪವಿತ್ರಾತ್ಮನ ಮುದ್ರೆ. ഈ 5 കാര്യങ്ങൾ, ಈ 5 ವಿಷಯಗಳು വലിയ വിഷയമാണ്. മണിക്കൂറുകൾ വേണം ക്ലാസ് പഠിക്കാനായിട്ട്. ಆ ಒಂದು ವಿಷಯಗಳು ಕಲಿಯುವಾಗ ಅನೇಕ ಗಂಟೆಗಟ್ಟಲೆ ನಾವು ಕಲಿಬೇಕಾಗ್ತದೆ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മുദ്രയിട്ട് ಇಲ್ಲಿ ನಾವು ನೋಡುವಂತದ್ದು ಪವಿತ್ರಾತ್ಮನ ಮುದ್ರೆ. അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ലഭിക്കൂ. ಪವಿತ್ರಾತ್ಮನನ್ನ ಹೊಂದಿರುವಂತವರಿಗೆ ಮಾತ್ರವೇ ಪವಿತ್ರಾತ್ಮನ ಮುದ್ರೆ ಆಗುವಂತದ್ದು. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്? ನಾವು ಹೇಗೆ ಪವಿತ್ರಾತ್ಮನನ್ನ ಹೊಂದಿಕೊಳ್ಳುವುದು? എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ನನ್ನನ್ನು ಗಮನಿಸ್ತಾ ಇದ್ರಲ್ಲ ಎಲ್ಲರೂ? ഇത് നല്ല സമയമാണ്. ಒಳ್ಳೆ ಟೈಮ್. അപ്പം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എത്ര പേരുണ്ട്? ಪವಿತ್ರಾತ್ಮನನ್ನ ಹೊಂದಿಕೊಂಡಿರುವಂತವ್ರು ಎಷ್ಟು ಜನ ಇದ್ದೀರಾ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, ಪರಿಶುದ್ಧಾತ್ಮನನ್ನ ಹೊಂದಿಕೊಂಡಿರುವಂತವ್ರು. ഓക്കെ, സ്തോത്രം. കുറച്ചു പേർക്കൊന്നും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ല. ಕೆಲವರಿಗೆ ಪರಿಶುದ್ಧಾತ್ಮ ಇನ್ನೂ ಸಿಕ್ಕಿಲ್ಲ. പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്തവര്, ಪವಿತ್ರಾತ್ಮನನ್ನ ಹೊಂದಿಲ್ಲದೆ ಇರುವಂತವರು, അവര് രക്ഷിക്കപ്പെട്ടതല്ലെന്നാണ് ദൈവവചനം പറയുന്നത്. ഞാൻ പറയുന്നതല്ല, ദൈവവചനം. ಅವರು ರಕ್ಷಣೆ ಹೊಂದಿಲ್ಲ ಅಂತ ದೇವರ ವಾಕ್ಯ ಹೇಳ್ತಾ ಇದೆ, ನಾನು ಹೇಳ್ತಾ ಇಲ್ಲ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ രക്ഷിക്കപ്പെട്ടവർ. ಪವಿತ್ರಾತ್ಮನನ್ನ ಹೊಂದಿಕೊಂಡಿರುವಂತವ್ರು ರಕ್ಷಿಸಲ್ಪಟ್ಟಿರುವಂತ. ഈ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാ പ്രാപിക്കുന്നത്? ಹೇಗೆ ನಾವು ಪವಿತ್ರಾತ್ಮನ ಹೊಂದಿಕೊಳ್ಳೋದು? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ എന്ന് പറഞ്ഞു. എങ്ങനെയാ പരിശുദ്ധാത്മാവിനെ ಈಗ പ്രാപിച്ചത്? ಪವಿತ್ರಾತ್ಮನ ಹೊಂದ್ಕೊಂಡಿದ್ರಲ್ಲ, ನೀವ್ ಹೆಂಗ್ ಹೊಂದ್ಕೊಂಡಿದ್ರಿ ಹೇಳಿ? ಹೇಳಿ ಹೇಳಿ ಕನ್ನಡದಲ್ಲಿ ಹೇಳಿ ಹೇಳಿ ಹೇಳಿ. ಸುವಾರ್ತೆಯನ್ನು ಕೇಳಿ ದೇವರಾತ್ಮನು ವಿಷಯ 13. ഓക്കെ, ഓക്കെ. പരിശുദ്ധ നമ്മൾ സുവിശേഷം കേട്ടപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. ನಾವು ಸುವಾರ್ತೆ ಕೇಳಿದಾಗ ಯೇಸುವಿನಲ್ಲಿ ನಂಬಿಕೆ ಇಟ್ವಿ. യേശുക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോ യേശുക്രിസ്തുവിനെ അല്ലേ കിട്ടിയുള്ളൂ. ಈಗ ಯೇಸು ಕ್ರಿಸ್ತನ ಮೇಲೆ ನಂಬಿಕೆ ಇಟ್ಟಾಗ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲ ಸಿಕ್ಬೇಕಲ್ಲ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, ರಕ್ಷಣೆ ഈ ಹೊಂದಿದೆ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ചെയ്യണം. ಆ ಪವಿತ್ರಾತ್ಮನನ್ನ ನಾವು ಹೊಂದ್ಕೊಳ್ಬೇಕಾದ್ರೆ ಏನ್ ಮಾಡ್ಬೇಕು? ನೀವು 3 ದಿವಸ ಅಲ್ಲದ್ರೆ 7 ದಿವಸ ಅಲ್ಲದ್ರೆ 10 ದಿವಸ ಉಪವಾಸ ಪ್ರಾರ್ಥನೆಯನ್ನು 3 ದಿವಸ ಅಥವಾ 7 ದಿವಸ ಅಥವಾ 10 ದಿವಸ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು ಅಲ್ವಾ? ಅಲ್ವಾ? ಬೇಡ. യേശുക്രിസ്തുവിനെ നമ്മൾ സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. ನಾವು ಸುವಾರ್ತೆ ಕೇಳಿ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ನಂಬಿಕೆ ಇಟ್ವಿ. നമ്മൾ കൊരിന്ത്യർ ലേഖനം ഒന്ന് വായിച്ചേ. കൊരിന്ത്യർ ലേഖനം 1 Corinthians chapter 12 verse 3. 1 Corinthians 12:3 വായിച്ചു. 1 Corinthians 12:3. ಹೀಗಿರುವುದರಿಂದ ನಾನು ನಿಮಗೆ ತಿಳಿಸುವುದನ್ನು ಕೇಳಿರಿ, ದೇವರಾತ್ಮನ ಪ್ರೇರಣೆಯಿಂದ ಮಾತಾಡುವ ಯಾವ ಮನುಷ್ಯನಾದರೂ ಯೇಸುವನ್ನು ಶಾಪಗ್ರಸ್ತನೆಂದು ಹೇಳುವುದಿಲ್ಲ, ಮತ್ತು ಪವಿತ್ರಾತ್ಮನ ಪ್ರೇರಣೆಯಿಂದಲೇ ಹೊರತು ಯಾವ ಮನುಷ್ಯನಾದರೂ ಯೇಸುವನ್ನು ಕರ್ತನೆಂದು ಹೇಳಲಾರನು. അപ്പം യേശുക്രിസ്തുവിനെ കർത്താവെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവിനല്ലാതെ കഴിയുകയില്ല.
ಯೇಸು ಕ್ರಿಸ್ತನನ್ನ ಕರ್ತನೆಂಬುದಾಗಿ ಪವಿತ್ರಾತ್ಮನ ಪ್ರೇರಣೆಯಿಂದಲೇ ಹೊರತು ಯಾರು ಕರೀಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. യേശുവിനെ കർത്താവെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? ಯೇಸುವನ್ನ ಕರ್ತನೆಂದು ಹೇಳಿಕೊಂಡಿರುವಂತ ಎಷ್ಟು ಜನ ಇದ್ದೀರಾ? ಸುಮ್ಮನೆ ಕರ್ತನೆ ಎಂಬುದಾಗಿ ಅಲ್ಲ, ಸುಮ್ಮನೆ ಕರ್ತನೆಂದು ಹೇಳೋದಲ್ಲ, ಯೇಸು ಹೇಳೋದಲ್ಲ, ಸ್ವಾಮಿ ಸ್ವಾಮಿ ಅನ್ನೋರೆಲ್ಲರೂ ಅಂತ ಹೇಳಿ കർത്താവേ, യഥാർത്ഥമായിട്ട് കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞവർ, ಕರ್ತನೇ ನನ್ನನ್ನ ರಕ್ಷಿಸು ಎಂಬುದಾಗಿ ಹೇಳಿದಂತವ್ರು. അങ്ങനെ പറഞ്ഞവർ എങ്ങനെയാണ്, ആരെ മുഖാന്തരമാണ് പറഞ്ഞത്? ಆ ರೀತಿಯಾಗಿ ಹೇಳಿದದ್ದು ಯಾರ ಮುಖಾಂತರವಾಗಿ ಹೇಳಿದದ್ದು? നിങ്ങളായിട്ട് പറഞ്ഞാണെന്നല്ല അവിടെ പറയുന്നത്. ನೀವಾಗಿ ನೀವ್ ಹೇಳಲಿಲ್ಲ. പിന്നെ ആരാ പറഞ്ഞേ? ಯಾರು ಹೇಳಿದ್ದು? ಪವಿತ್ರಾತ್ಮನ ಪ್ರೇರಣೆ. രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? ಆಗ ರಕ್ಷಣೆ ಹೊಂದಬೇಕು, ಏನ್ ಮಾಡ್ಬೇಕು? ಹೇಳಿ. ಆರು പറഞ്ഞില്ല, രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? ರಕ್ಷಣೆ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ಆ ಯೇಸುವನ್ನೇ ಕರ್ತನೆಂದು ಬಾಯಿಂದ ಆರಿಕೆ ಮಾಡಿಕೊಂಡು ದೇವರಾತನನ್ನು ಸತ್ತವರನ್ನು ಎಬ್ಬಿಸಿದೆಂದು ಹೃದಯದ ನಂಬಿದರೆ ನಿನಗೆ ರಕ್ಷಣೆಯಾಗುವುದು. അപ്പൊ യേശുവിനെ കർത്താവേ എന്ന് നിങ്ങൾ വിളിക്കുവാൻ നിങ്ങളെ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ്. ಯೇಸುವನ್ನ ಕರ್ತನೆಂದು ನೀವು ಕೂಗಲಿಕ್ಕೆ ಸಹಾಯ ಮಾಡಿದಂತದ್ದು ಪವಿತ್ರಾತ್ಮನೇ. അപ്പൊ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് അംഗീകരിച്ചപ്പോൾ, ಯೇಸು ಕ್ರಿಸ್ತನನ್ನ ಹೃದಯಕ್ಕೆ ನೀವು ಅಂಗೀಕರಿಸಿಕೊಂಡಾಗ പിതാ പുത്ര പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു. ತಂದೆ ಮಗ ಪವಿತ್ರಾತ್ಮನು ತ್ರೈಯೇಕ ದೇವರು ನಮ್ಮ ಹೃದಯದೊಳಗೆ ಬಂದಿದ್ದಾರೆ. ഈ മൂന്ന് വ്യക്തികളും വ്യത്യസ്തമായ മൂന്ന് വ്യക്തികളാണെങ്കിലും അവരുടെ സാരാംശത്തിൽ ഒന്നാണ്. ಅವರು ಮೂರು ವ್ಯಕ್ತಿತ್ವ ಇದ್ದರೂ ಸಹ ಅವರು ಒಂದೇ. ആ ഒരാളെ നമ്മൾ വിളിക്കുമ്പോൾ, ക്ഷണിക്കുമ്പോൾ, ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ മൂന്ന് പേരും കൂടെ വരികയാണ്. ನಾವು ಒಬ್ಬರನ್ನ ಆಹ್ವಾನಿಸುವಾಗ ಮೂರು ವ್ಯಕ್ತಿತ್ವಗಳು ಸಹ ಒಳಗಡೆ ಬರ್ತವೆ. പരിശുദ്ധാത്മാവിനെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കുവാൻ കഴിയുകയില്ല. ಪವಿತ್ರಾತ್ಮನನ್ನ ತಂದೆಯಾದ ದೇವರು ದೂರ ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. പരിശുദ്ധാത്മാവിനെ പുത്രനിൽ നിന്ന് വേർതിരിക്കുവാൻ കഴിയുകയില്ല. ಪವಿತ್ರಾತ್ಮನನ್ನ ಮಗನಿಂದ ದೂರ ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. പരിശുദ്ധാത്മാവിനെ പിതാവിൽ നിന്ന് പുത്രനെ വേർതിരിക്കുവാൻ കഴിയുകയില്ല. ತಂದೆಯಿಂದ ಮಗನನ್ನ ದೂರ ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. അത് വേറെ വിഷയം, ട്രിനിറ്റിയിലേക്ക് ಅದು പോകുന്നില്ല. ತ್ರೈಕತ್ವ, ಅದು ಬೇರೆ ವಿಷಯ. അപ്പം ഈ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ത്രിയേക ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. ನಾವು ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ನಂಬಿಕೆ ಇಡುವಾಗ ತ್ರೈಯೇಕ ದೇವರು ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಬರುತ್ತಾನೆ. രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റ് എന്താണ്? ಆ ರಕ್ಷಣೆ ಹೊಂದಿದ ಅದೇ ಸಮಯದಲ್ಲಿ ಮೊದಲನೇದಾಗಿ ಸಿಕ್ಕುವಂತ ವರ ಗಿಫ್ಟ್ ಏನು? What is the gift? ಗಿಫ್ಟ್ ಏನು? ರಕ್ಷಣೆ ಅಲ್ವಾ? രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗിഫ്റ്റ്, ಆ ರಕ್ಷಣೆ ಹೊಂದುವಾಗ ನಮಗೆ ಸಿಕ್ಕುವಂತ ಮೊದಲನೇ ಗಿಫ್ಟ್, റോമലേഖനം 8-ാം അധ്യായം ರೋಮ ಪತ್ರಿಕೆ 8ನೇ ಅಧ್ಯಾಯ 23-ാം വാക്യം 23ನೇ ವಚನ. ಇದು ಮಾತ್ರವಲ್ಲದೆ ಪ್ರಥಮ ಫಲವಾಗಿರುವ ಪವಿತ್ರಾತ್ಮವರವನ್ನು പവിത്രാത്മാവാണ്. പ്രഥമ ಫಲವಾಗಿರುವ ಪವಿತ್ರಾತ್ಮ ವರವನ್ನು. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ വരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ಆ ರಕ್ಷಣೆ ಹೊಂದಿದಾಗ ಪ್ರಥಮವಾಗಿ ಸಿಕ್ಕುವಂತ ಒಂದು ವರ ಗಿಫ್ಟ್ ಅಂದ್ರೆ ಪವಿತ್ರಾತ್ಮ. പിന്നെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ಈಗ ಪವಿತ್ರಾತ್ಮನಿಗೋಸ್ಕರ ಕಾಯ್ಬೇಕಾ? പ്രാർത്ഥിക്കണം. ಪ್ರಾರ್ಥನೆ ಮಾಡ್ಬೇಕಾ? പരിശുദ്ധാത്മാവെ എന്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ಪವಿತ್ರಾತ್ಮನೇ ನನ್ನ ಹೃದಯಕ್ಕೆ ಬಾ ಅಂತೇಳಿ ಪ್ರಾರ್ಥಿಸ್ಬೇಕಾ? വേണം. ಪ್ರಾರ್ಥಿಸ್ಬೇಕಾ? അപ്പൊ സംശയം. ಈಗ ಮತ್ತೆ ಡೌಟ್ ನಿಮ್ಗೆ. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവും വന്നു. ಯೇಸು ಕ್ರಿಸ್ತನನ್ನ ಸ್ವೀಕರಿಸಿಕೊಂಡಾಗ ಪವಿತ್ರಾತ್ಮನು ಬಂದಾಯಿತು. ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞു പോകാം. ಬೇಗ ಒಂದು ವಿಷಯ ಹೇಳಿ. പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന് നമ്മളൊന്നും ചെയ്യണ്ട. ಪವಿತ್ರಾತ್ಮನ ಹೊಂದಲಿಕ್ಕೆ ನಾವು ಏನು ಮಾಡುವ അത് ദൈവം നമുക്ക് ദാനമായി തരുന്ന. ಅದು ದೇವರು ನಮಗೆ പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്യണ്ട. ಪವಿತ್ರಾತ್ಮನ ದೀಕ್ಷಾ ಸ್ನಾನಕ್ಕೋಸ್ಕರ ನಾವು ಏನು ಮಾಡಬೇಕು? അത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. ಅದು ದೇವರು ಮಾಡುವಂತ ಕೆಲಸ. പരിശുദ്ധാത്മ അഭിഷേകം എന്നുള്ളതും ദൈവം ചെയ്യുന്ന കാര്യം, നമ്മളൊന്നും ചെയ്യണം. ಪವಿತ್ರಾತ್ಮನ ಅಭಿಷೇಕವನ್ನು ಸಹ ದೇವರೇ ಮಾಡುವುದು, ನಾವೇನು ಮಾಡಬೇಕಂತ. പരിശുദ്ധാത്മ മുദ്രയും ദൈവം ചെയ്യുന്നതാണ്. ಆ ಪವಿತ್ರಾತ್ಮನ ಮುದ್ರೆಯನ್ನು ದೇವರೇ ಮಾಡುವುದು. ഈ 4 കാര്യത്തിന് നമ്മളൊന്നും ചെയ്യണ്ട. യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ മതി. ಈ 4 ವಿಷಯಗಳಿಗಾಗಿ, ಈ ಕಾರ್ಯಗಳಿಗೋಸ್ಕರ ನಾವೇನು ಮಾಡಬೇಕಾಗಿಲ್ಲ, ಯೇಸುವಿನಲ್ಲಿ ನಂಬಿಕೆ ಇಟ್ಟರೆ ಸಾಕು. ആ സമയത്ത് തന്നെ ഈ 4 കാര്യങ്ങളും അറ്റ് ദ മൊമെന്റ് ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ನಂಬಿಕೆ ಇಟ್ಟಂತ ಆ ಸಮಯದಲ್ಲಿ 4 ಕಾರ್ಯಗಳಾಗಿ ಹೋಗ್ತದೆ. പിന്നെ പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത്, ಆದ್ರೆ ಪವಿತ್ರಾತ್ಮನಿಂದ ತುಂಬಲ್ಪಡುವುದು ಎಂಬುದಾಗಿ ಹೇಳುವಾಗ അത് കൽപ്പന, ಅದು ಆಜ್ಞೆ. അതിന് നമ്മൾ പാലുകാരൻ. ಅದು ನಾವು ಪಾಲಿಸಬೇಕಾದ. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. ಅದನ್ನ ಹೇಳಿ ಮುಂದೆ. പരിശുദ്ധാത്മ ಪವಿತ್ರಾತ್ಮನ
ತುಂಬುವಿಕೆ ಅಥವಾ പരിശുദ്ധാത്മ ಭರಿತರಾಗುವುದು. നിറവെന്ന് പറഞ്ഞാൽ ಪವಿತ್ರಾತ್ಮನಲ್ಲಿ ತುಂಬುವಿಕೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ നമ്മൾ സമ്പൂർണമായും ദൈവത്തിന് സമർപ്പിക്കുകയും ನಮ್ಮನ್ನ ಸಂಪೂರ್ಣವಾಗಿ ದೇವರಿಗೆ ദൈവം നമ്മെ സമ്പൂർണമായി ഏറ്റെടുക്കുകയും ചെയ്യുന്നതിനെയാണ് പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത്. ದೇವರು ನಮ್ಮನ್ನ ಸಂಪೂರ್ಣ ಹತೋಟಿಯಲ್ಲಿ ತೆಗೆದುಕೊಳ್ಳುವುದೇ ಪವಿತ್ರಾತ್ಮನ ತುಂಬುವಿಕೆ ಎಂಬುದಾಗಿ ಹೇಳುವುದು. പരിശുദ്ധാത്മ നിറവിന് നമുക്ക് പങ്കുണ്ട്. ಆ ಪವಿತ್ರಾತ್ಮನ ತುಂಬುವಿಕೆಯಲ್ಲಿ ನಮಗೂ ಪಾಲಿದೆ. ആ നിറവ് ഇന്നും വേണം, നാളെയും വേണം. ಇವತ್ತು ಅದಿರ್ಬೇಕು, ನಾಳೆಯೂ ಸಹ ಇರ್ಬೇಕು. അപ്പൊ അതിന് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം. ಅದಕ್ಕಾಗಿ ನಮ್ಮನ್ನ ನಾವೇ ಸಮರ್ಪಣೆ ಮಾಡಬೇಕು. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിറയണമെന്ന് പൗലോസ് പറയുന്നത്. ಅದರಿಂದಲೇ ಪೌಲನು ಪತ್ರಿಕೆಯಲ್ಲಿ ಬರೆಯುವಾಗ ಪವಿತ್ರಾತ್ಮ ಭರಿತರಾಗಿರಿ ಎಂಬುದಾಗಿ ಹೇಳುವುದು. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ നമ്മെ വീണ്ടെടുത്തത് ദൈവത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് വേണ്ടിയാണ്. ನಮ್ಮನ್ನ ದೇವರು ವಿಮೋಚನೆ ಮಾಡಿರುವಂತದ್ದು ತನ್ನ ಮಹಿಮೆಯ ಪ್ರಖ್ಯಾತಿಗಾಗಿ ಎಂಬುದನ್ನು ನೋಡುತ್ತೇವೆ. അങ്ങനെ വീണ്ടെടുത്ത നമ്മെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിരിക്കുകയാണ്. ನಮಗೆ ವಿಮೋಚನೆ ಕೊಟ್ಟು ಪವಿತ್ರಾತ್ಮನನ್ನ ಮುದ್ರೆಯಾಗಿ ಅನುಗ್ರಹಿಸಿದ್ದಾರೆ. എന്താണ് ഈ മുദ്ര കാണിക്കുന്നത്? ಈ ಮುದ್ರೆ ತೋರಿಸುವುದೇನು? ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. ದೇವರು ಪವಿತ್ರಾತ್ಮನಲ್ಲಿ ನಮಗೆ ಮುದ್ರೆ ಹಾಕಿದ್ದಾನೆ. ഈ മുദ്ര എന്ന പദപ്രയോഗം, ಈ ಮುದ್ರೆ ಎಂಬತಕ್ಕಂತ ಈ ಪದ ಪ್ರಯೋಗ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് 3 പ്രാവശ്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 3 ಸಾರಿ ಪವಿತ್ರಾತ್ಮನಲ್ಲಿ ಮುದ್ರೆ ಇಟ್ಟಿರುವುದರ ಕುರಿತಾಗಿ 3 ಸ್ಥಳದ ವಿಷಯಗಳು ನೋಡ್ತೇವೆ. ഒന്നാം നമ്മൾ കാണുന്നത് ഇവിടെയാണ്. ಇಲ್ಲಿ ಮೊದಲನೇ ಸ್ಥಳದಲ್ಲಿ ಇಲ್ಲಿ ನೋಡ್ತೇವೆ. രണ്ടാമത് അതിന്റെ 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. 4ನೇ ಅಧ್ಯಾಯ 30ನೇ ವಚನದಲ್ಲಿ ಎರಡನೇದಾಗಿ ನೋಡ್ತೇವೆ. പിന്നെ നമ്മൾ കാണുന്ന കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ അതിന്റെ 1-ാം അധ്യായം 22-ാം വാക്യത്തിലാണ്. ಮತ್ತೆ 3ನೇದಾಗಿ ನೋಡುವಂತದ್ದು 2 ಕೊರಿಂಥ 1ನೇ ಅಧ್ಯಾಯ 22ರಲ್ಲಿ ಓದುತ್ತೇವೆ. ഇങ്ങനെ ഈ 3 സ്ഥലങ്ങളിലാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. 3 ಸ್ಥಳಗಳಲ್ಲಿ ನಾವು ಪವಿತ್ರಾತ್ಮನ ಮುದ್ರೆ ಹೊಂದಿದ್ದೇವೆ ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ഈ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കാണിക്കുന്നു എന്നുള്ളതാണ്. ಆ ಪವಿತ್ರಾತ್ಮನಲ್ಲಿ ಮುದ್ರಿಸಲ್ಪಟ್ಟಿದೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಇದೇನ್ ತೋರಿಸ್ತಾ ಇದೆ? ഒന്നാമതായിട്ട് അത് അധികാരത്തെ കാണിക്കുന്നു. ಮೊದಲನೇದಾಗಿ ಅದು ಅಧಿಕಾರವನ್ನು ತೋರಿಸ್ತದೆ. പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നമ്മളുടെ മേൽ ദൈവത്തിനുള്ള അധികാരത്തെ ಪವಿತ್ರಾತ್ಮನ ಮುದ್ರೆ ನಮ್ಗೆ ಇಟ್ಟಿರೋದ್ರಿಂದ ದೇವರಿಗೆ ನಮ್ಮ ಮೇಲೆ ಸಂಪೂರ್ಣ ಅಧಿಕಾರವಿದೆ ಎಂಬುದನ್ನು ತೋರಿಸುವಂತದ್ದಾಗಿದೆ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം. ಮೊದಲನೇ ಅರಸರ ಪುಸ್ತಕ 21 8ನೇ ವಚನ. എസ്തറിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ಎಸ್ತರಳು 3:18 12 8-ാം അധ്യായം 8-ാം വാക്യം. 8ನೇ ವಚನ. ഇവിടെ എല്ലാം നമ്മളത് കാണുന്നത് ಅಥಾರಿಟಿ എന്നുള്ള നിലയിൽ, അധികാരം എന്നുള്ള നിലയിലാണ്. ಅಲ್ಲಿ ಆ ಮುದ್ರೆ ಹಾಕುವಂತದ್ದು ಒಂದು ಅಧಿಕಾರದ ಒಂದು ಆಧಾರದ ಮೇಲೆ ಎಂಬುದನ್ನು ನೋಡುತ್ತೇವೆ. ആ കാലത്ത് രാജാവ് ഒരു എഴുത്തെഴുതി, ರಾಜನ ಒಂದು ಪತ್ರ ಬರೆದು, ആ രാജാവിന് ഒരു മുദ്രാമോതിരമുണ്ട്. ಆ ರಾಜನಿಗೆ ಒಂದು ಮುದ್ರಾ ಉಂಗುರ ಇರ್ತಿತ್ತು. ആ മുദ്രാമോതിരം വെച്ച് സീൽ വയ്ക്കും. ಮುದ್ರಾ ಉಂಗುರದಿಂದ ಮುದ್ರೆ ಹಾಕ್ತಾ ಇದ್ದ ಆತನು. ആ എഴുത്ത് കാണുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും ഇത് ഇന്ന സ്ഥലത്തെ രാജാവ് എഴുതിയിരിക്കുന്ന. ಆ ಪತ್ರವನ್ನು ನೋಡುವಂತ ವ್ಯಕ್ತಿಗೆ ಇದು ರಾಜನ ಪತ್ರ ಎಂಬುದಾಗಿ ಗೊತ್ತಾಗ್ತಾ ಇತ್ತು. അപ്പൊ നമുക്കറിയാം, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ പൈസ അട കണ്ടാ നമുക്കറിയാം അല്ലെ? ഇന്ത്യയുടെ പൈസ ಅದು ನಮ್ಮ ಕರೆನ್ಸಿ ಗೊತ್ತಲ್ಲ, ಇಂದು ಭಾರತ ದೇಶದ ಕರೆನ್ಸಿ. അതെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുന്നത്? ಅದು ಹೇಗೆ ನಾವು ಅರ್ಥ ಮಾಡ್ಕೊಳ್ಳೋದು ನಮ್ದು ಅಂತ? അതിലെ ഇന്ത്യയുടെ മുദ്ര ഉണ്ടല്ലേ? ನಮ್ಮ ದೇಶದ ಮುದ್ರೆ ಇದೆ. ഡോളർ കണ്ടാലും നിങ്ങൾക്ക് അറിയാവുന്ന. ನಮಗೆ ಡಾಲರ್ ಗೊತ್ತಲ್ಲ, ಡಾಲರ್ ಬಗ್ಗೆ ನೋಡುವಾಗ മറ്റേ പിന്നെ വേറെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ಬೇರೆ ಯಾವ್ದು ಗೊತ್ತಿದೆ ನಿಮಗೆ? തിരിച്ചറിയാൻ പറ്റുന്നത് ನಿಮಗೆ ನೋಡಿದ ತಕ್ಷಣ ಗೊತ್ತಾಗೋದು ಯಾವ ದೇಶದ? അനേക സ്ഥലങ്ങളിൽ നമ്മൾ പോകാത്തതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലെ? ನಾವು ಅನೇಕ ಸ್ಥಳ ಹೋಗಿಲ್ವಲ್ಲ, ಅದರಿಂದ ಗೊತ್ತಿಲ್ಲ. നേപ്പാളിന്റെയും ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് ഉഗാണ്ടയിൽ ആഫ്രിക്കയിൽ പോകാനിടയായി. അപ്പൊ അവിടത്തെയൊക്കെ കണ്ട എനിക്ക് ഇപ്പൊ അറിയാം. ಆಫ್ರಿಕಕ್ಕೆ ಕಳೆದ ಸಾರಿ ಹೋಗ್ಲಿಕ್ಕಾಯ್ತು, ಆದ್ರೆ ಅವರ ಕರೆನ್ಸಿ ಈಗ ನೋಡಿದ್ರೆ ನಿಮ್ಗೆ ಗೊತ್ತಾಗ್ತದೆ. അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത് കണ്ടാൽ അറിയാം ഇത് ഇന്നടത്തെ പൈസയാണെന്ന് അറിയാം അല്ലെ? ನಾವು ನೋಡುವಾಗಲೇ ಗೊತ್ತಾಗ್ತದೆ ಇದು ಈ ದೇಶದ ಒಂದು ಕರೆನ್ಸಿ ಅಥವಾ. അതേപോലെ ഈ രാജാവിന്റെ മുദ്ര വെച്ച് കഴിഞ്ഞാൽ ആ എഴുത്ത് എവിടെ നിന്ന്, ഏത് രാജാവിന്റെ ഏത് ദേശത്ത് നിന്ന് വന്നതാണെന്ന് അവർക്ക് അറിയാൻ പറ്റും. ಈ ರಾಜನ ಮುದ್ರೆ ಆ ಒಂದು ಪತ್ರದಲ್ಲಿ ಇದ್ರೆ ಇದು ಎಲ್ಲಿಂದ ಯಾವ ರಾಜನಿಂದ ಬಂತು ಅಂತ ಗೊತ್ತಾಗ್ತದೆ. അത് അധികാരത്തെ, ಅದು ಅಧಿಕಾರದ ಒಂದು ಸಂಖ್ಯೆ. എല്ലാം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വാക്യങ്ങൾ വായിക്കാത്തത്. ನಮಗೆ ಓದ್ಲಿಕ್ಕೆ ಸಮಯ ಇರೋದ್ರಿಂದ ವಾಕ್ಯ ಭಾಗಗಳನ್ನು ಓದ್ತಾ ಇಲ್ಲ. രണ്ടാമതായിട്ട് ಎರಡನೇದಾಗಿ നമ്മൾ വായിക്കുന്നത് ഞാൻ പറഞ്ഞ വാക്യമാണ് 4-ാം അധ്യായം, എഫെസ്യർ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ. 4ನೇ ಅಧ್ಯಾಯ 30ನೇ ವಚನದಲ್ಲಿ
4ാം അധ്യായം 30ാം വാക്യം. 4ನೇ 30ನೇ ವರ್ಷ. ದೇವರು ಪವಿತ್ರಾತ್ಮನನ್ನು ದುಃಖಪಡಿಸಬೇಡ್ರಿ, ಆತನಲ್ಲಿ ವಿಮೋಚನೆ ದಿನಕ್ಕಾಗಿ ಮುದ್ರೆ ಹೊಂದಿದಿರಲ್ಲ. വീണ്ടെടുപ്പ് നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ವಿಮೋಚನೆ ದಿನಕ್ಕಾಗಿ ಮುದ್ರೆ ಹೊಂದಿದಿರಲ್ಲ. ഈ വീണ്ടെടുപ്പ് ഏതാ? ಈ ವಿಮೋಚನೆ ಯಾವುದು? ഈ വീണ്ടെടുപ്പ് ഏതാ? ಈ ವಿಮೋಚನೆ ಅಥವಾ ಬಿಡುಗಡೆ ಯಾವುದು? ഹലോ, ദേഹത്തിന്റെ ಹಾ, പണ്ട് അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ದೇಹದ ಬಿಡುಗಡೆ. പണ്ട് ഒരു അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ನಾನು ಒಬ್ಬ ತಾತ അതെ, അതെ. ತಂದೆ ಹೇಳಿದಂತ ಮಾತನಲ್ಲಿ please. ಫಾದರ್ ಈ ಚರ್ಚ್ ಅಲ್ಲಿ ಫಾದರ್ ಇದ್ದಾರಲ್ಲ, ಅವ್ರು ಹೇಳಿದಂತ ಒಂದು ಮಾತನ್ನ ನಾನು ಹೇಳಿರ್ಬೇಕಂತ ಎನಿಸ್ತೇನೆ. പ്രീസ്റ്റ് പ്രസംഗം ಮಾಡುವಾಗ ಕೆಲವರೆಲ್ಲ ചിലർക്ക് ഉറങ്ങിപ്പോയി. ಆ ಒಂದು ಪ್ರೀಸ್ಟ್ ಅಥವಾ ಪಾದ್ರಿ ಪ್ರಸಂಗ ಮಾಡುವಾಗ ಎಲ್ಲರೂ ನಿದ್ರೆ ಹೋಗಿ, അപ്പൊ എല്ലാവരും പാസ്റ്റർ ഇടയ്ക്ക് പ്രീസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു. ಆ ಪ್ರೀಸ್ಟ್ ಅಥವಾ ಪಾದ್ರಿ ಮಧ್ಯದಲ್ಲಿ ಒಂದು ಪ್ರಶ್ನೆಯನ್ನ ಕೇಳಿದ್ರು. സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ എഴുന്നേറ്റ് കാണാം. ಸ್ವರ್ಗಕ್ಕೆ ಹೋಗುವುದ್ರೆ ಇಷ್ಟ ಇರುವಂತವ್ರು ಎದ್ದಿದ್ಗಳು ಅಂತ ಹೇಳಿ അനേകർ എഴുന്നേറ്റ് നിന്നു. ಅನೇಕರು അതിൽ ഒരാൾ എഴുന്നേറ്റില്ല. ಒಬ್ಬನು ಎದ್ದಿಲ್ಲ, അനേകർ ഇരുന്ന് ഉറങ്ങായിരുന്നു. ಅವ್ನು ನಿದ್ದೆ ಮಾಡ್ತಾ ಇದ್ದ. അത് കഴിഞ്ഞിട്ട് പ്രീസ്റ്റ് പറഞ്ഞു, ಅದಾದ್ಮೇಲೆ ಆ ಪಾದ್ರಿ ಹೇಳಿದ್ರು, നരകത്തിൽ പോകാനുള്ള ഇഷ്ടമുള്ളവർക്ക് എഴുന്നേറ്റ്. ನರಕಕ್ಕೆ ಹೋಗುವಂತ ಈ ನರಕಕ್ಕೆ ಹೋಗ್ಲಿಕ್ಕೆ ಇಷ್ಟಪಡೋರು ಎದ್ದಿದ್ಗಳು ಅಂತ ಹೇಳಿ പെട്ടെന്ന് ഇദ്ദേഹം കേട്ട എഴുന്നേറ്റ് നിൽക്കാനാ. ತಕ್ಷಣ ಆತನ ಕೇಳಿಸ್ಬಿಡ್ತು ಎದ್ದಿತ್ಕೊಂಡು. അപ്പൊ എല്ലാവരും ചിരിച്ചു. ಎಲ್ಲರೂ ನಕ್ಕರು. പുള്ളി ഒരു ബുദ്ധിമാനായിരുന്നു. ಆ ಎದ್ದಿದ್ದ ವ್ಯಕ್ತಿ ಬುದ್ಧಿವಂತನಾಗಿದ್ದ. അപ്പൊ അച്ഛനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ಆ ಪಾದ್ರಿ ಅದಕ್ಕೆ ಮತ್ತೆ ಪ್ರಶ್ನೆ ಕೇಳಿದ್ರು. ನಾವು നമ്മൾ രണ്ടുപേരും ഉള്ളവർ ഉറങ്ങലിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. ನಿದ್ರೆ ಮಾಡಿದ್ರೆ ಇಂಥ ಸಮಸ್ಯೆ ಉಂಟಾಗ್ತದೆ. അതുകൊണ്ട് ആരും ഉറങ്ങരുത്. ಅದರಿಂದ ಯಾರು ನಿದ್ರೆ ಮಾಡಬೇಡಿ. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ಪರಿಶುದ್ಧಾತ್ಮನಿಂದ ನಮಗೆ ಮುದ್ರೆ ಹಾಕಿದ್ದಾನೆ. വീണ്ടെടുപ്പ് നാൾ, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിലെ അവസാനത്തെ ജീവിതം വരെ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. ಈ ಲೋಕದ ಅಂತ್ಯದವರೆಗೂ ನಮಗೆ ಮುದ್ರೆ ಇಟ್ಟಿದ್ದಾನೆ. ಅದು ಒಂದಿನ ಬಿಡುಗಡೆ. അതെന്തിനെ കാണിക്കുന്ന? ಅದೇನ್ ತೋರಿಸ್ತಾ ಐತೆ? ഏഹ്? ಅದೇನ್ ತೋರಿಸ್ತಾ? ಅಧಿಕಾರ ಐತಲ್ಲ, അധികാരം. അത് സേഫ്റ്റിയെ കാണിക്കുന്ന. ಅದು ಸಂರಕ್ಷಣೆ, ಸುರಕ್ಷತೆಯನ್ನ ಕಾಣಿಸುವಂತದ್ದು ಅಥವಾ ಸೇಫ್ಟಿ. അപ്പം നമ്മെ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പിന്നെ ഒരിക്കലും നഷ്ടമായി പോകില്ല. ನಮ್ಮ ಮೇಲೆ ದೇವರು ಮುದ್ರೆ ಹಾಕಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ನಾವು ಎಂದಿಗೂ ಇನ್ನು ನಷ್ಟವಾಗುವುದಿಲ್ಲ. രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ഒരിക്കലും നഷ്ടമായി പോകില്ല. ರಕ್ಷಣೆ ಹೊಂದಿದಂತ ವ್ಯಕ್ತಿ ಎಂದಿಗೂ ನಾಶವಾಗುವುದಿಲ್ಲ. യേശു കർത്താവ് പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ಯೇಸು ಕರ್ತನ ಹೇಳಿದ, ನನ್ನ ಕುರಿಗಳು ನನ್ನ ಸ್ವರಕ್ಕೆ ಕಿವಿಗೊಡುತ್ತವೆ, അവ എന്നെ അനുഗമിക്കുന്നു, ಅವು ನನ್ನ ಹಿಂದೆ ಬರುತ್ತವೆ. അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും ನನ್ನ കഴിയില്ല. ಕೈಯೊಳಗಿಂದ ಅವುಗಳನ್ನು ಯಾರು ಕಸಕೊಳ್ಳರು. യോഹന്നാന്റെ സുവിശേഷം 10-ാം 28-29 വാക്യങ്ങൾ. ಆ ಯೋಹನ್ ಸುವಾರ್ತೆ 10ನೇ 28, 27, 28 ವರ್ಷದಲ್ಲಿ ಓದುತ್ತೇವೆ. അടുത്ത വാക്യത്തിൽ പറയുന്നത്, ಮುಂದಿನ ವಾಕ್ಯದ ಹೇಳುವ, അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ನನಗೆ ತಂದೆ ಕೊಟ್ಟದ ಎಲ್ಲದಕ್ಕಿಂತ ದೊಡ್ಡದು, ಅದನ್ನ ತಂದೆ ಕೈಯೊಳಗೆ ಯಾರು ಕಸಕೊಳ್ಳರು ಎಂಬುದಾಗಿ ಹೇಳುವ. അപ്പൊ നമുക്ക് എന്തുണ്ട്? ನಮಗೇನಿದೆ? ഡബിൾ സെക്യൂരിറ്റിയാണ്. ಡಬಲ್ ಪ್ರೊಟೆಕ್ಷನ್ ಇದೆ, ಭದ್ರತೆ ಇದೆ. നമുക്ക് 2 പ്രാവശ്യം ഭദ്രതയാണ്. 2 ರೀತಿಯಾದಂತ ಒಂದು ಭದ್ರತೆ ಇದೆ. എവിടെയൊക്കെയാണ് നമ്മള്? ನಾವೆಲ್ಲಿದ್ದೇವೆ? കർത്താവ് പറഞ്ഞു, എന്റെ കയ്യിൽ. ಕರ್ತನ ಹೇಳಿದ, ನನ್ನ ಕೈಯೊಳಗಿಂದ. അപ്പൊ കർത്താവിന്റെ കയ്യിൽ നമ്മളാണ്. ಕರ್ತನ ಕೈಯಲ್ಲಿ ನಾವಿದ್ದೇವೆ. പിന്നെ കർത്താവ് പറയാണ്, ಮತ್ತೆ ಕರ್ತನ അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരേക്കാൾ വലിയവൻ, ನನಗೆ ಅದನ್ನು ಕೊಟ್ಟಿರ್ತಕ್ಕಂತ ತಂದೆ ಎಲ್ಲದಕ್ಕಿಂತ ದೊಡ್ಡವನು. അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല. ಆತನ ಕೈಯಿಂದ ಯಾರು ಕಸಕೊಳ್ಳಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഓ പ്രിയ സഹോദരി സഹോദരന്മാരെ, ಪ್ರಿಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ನಾವು ದೇವರ ഒരു ಕೈಗಳಲ್ಲಿ. ഭക്തൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്, ഹൗ സേഫ് ഐ ആം ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഗോഡ്. ನಾನು ದೇವರ ಕೈಗಳಲ್ಲಿ ಎಷ್ಟು ಸುರಕ್ಷಿತನಾಗಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಒಬ್ಬ ಭಕ್ತ. അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്. ಅದು ತಾನೇ ನಮಗೆ ಸಿಕ್ಕಿರ್ತಕ್ಕಂಥ. നമ്മൾ കർത്താവിന്റെ കരങ്ങളിലാണ്. ನಾವು ನಮ್ಮ ಕರ್ತನ ಕೈಗಳಲ್ಲಿದ್ದೇವೆ. മൂന്നാമതായിട്ട്, ಮೂರನೇದಾಗಿ, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം, ಕೊರಿಂಥದವರಿಗೆ ಬರೆದ ಮೊದಲನೇ ಪತ್ರಿಕೆ 3-ാം അധ്യായം 3ನೇ ಅಧ್ಯಾಯ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 6ನೇ ವರ್ಷದಲ್ಲಿ ನಾವು ಓದುವಂತದ್ದು, നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. ದೇವರ ಆತ್ಮನು ನಮ್ಮಲ್ಲಿ ವಾಸ ಮಾಡ್ತಾ ಇದ್ದಾನೆ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ದೇವರ ಆತ್ಮನು ನಮ್ಮಲ್ಲಿ ವಾಸ ಮಾಡ್ತಾ ಇದ್ದಾನೆ ಎಂಬುದು. പിന്നെ 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി, 6ನೇ 19ನೇ ವರ್ಷದಲ್ಲಿ ನಾವು ಓದಿದ್ದೇವೆ, നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, ನೀವು ನಿಮ್ಮ ಸ್ವಂತ ಸೊತ್ತಲ್ಲ, ഞാൻ നിങ്ങളെ വിലയ്ക്ക് നിങ്ങൾ മറ്റൊരു നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ അവനുള്ളവരാണ്. ನೀವು
ಬೇರೊಬ್ಬರು ನಿಮ್ಮನ್ನ ಕೊಂಡ್ಕೊಂಡಿರೋದ್ರಿಂದ ಅವನ ಸೊತ್ತು ನೀವಾಗಿದ್ದೀರಲ್ಲ. അത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിവസിക്കുന്നു. ಪವಿತ್ರಾತ್ಮ ನಿಮ್ಮಲ್ಲಿ ವಾಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. അതെന്തിനെ കാണിക്കുന്നത്? ಅದೇನ್ ತೋರಿಸ್ತಾ ಇದ್ದಾರೆ? എന്തിനെ കാണിക്കുന്നു? ಏನ್ ತೋರಿಸ್ತಾ ಇದೆ? നമ്മളെ ഒരാൾ വിലക്ക് വാങ്ങിയെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ನಮ್ಮನ್ನ ಒಬ್ಬ ವ್ಯಕ್ತಿ ಬೆಲೆ ಕೊಟ್ಟು ಕೊಂಡ್ಕೊಂಡಿದೆ ಎಂಬುದರ ಅರ್ಥ ಏನು? എന്താ? ഓണർഷിപ്പ്. ഓണർഷിಪ್ അല്ലെ? നമ്മൾ കർത്താവ് അത് ഓണർഷിപ്പിനെ കാണിക്കുന്നത്. നമ്മളെ ഒരുത്തൻ വിലക്ക് വാങ്ങി. ಒಂದು ಯಜಮಾನತ್ವವನ್ನು ತೋರಿಸುವಂತಾಗಿದೆ. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയാണ്. നമ്മിൽ വസിക്കുവാൻ വേണ്ടി അവൻ നമ്മെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. ನಮ್ಮಲ್ಲಿ ವಾಸ ಮಾಡ್ಲಿಕ್ಕಾಗಿ ನಮ್ಮನ್ನ ಕೊಂಡುಕೊಂಡಿದ್ದಾನೆ. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മെ അവന്റെ സ്വന്തമാക്കി തീർത്തിരിക്കുകയാണ്. ಅಂದ್ರೆ ಪವಿತ್ರಾತ್ಮನಲ್ಲಿ ನಮಗೆ ಮುದ್ರೆ ಹೊತ್ತಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ತನ್ನ ಸ್ವಂತವಾಗಿ ನಮ್ಮನ್ನ ಮಾಡಿಕೊಂಡು. റോമാലേഖനം 8-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ റോമർ 8:15-16 ರೋಮ 8:15-16 ಓದುವಾಗ നാം നമ്മുടേതല്ല, നമുക്കൊരു വേറൊരു ഉടയവനുണ്ട്. നാം മക്കളെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നതുകൊണ്ട് നാം ദൈവത്തിന്റെയാണ്. ನಾವು ದಾಸರಲ್ಲ, ಈ ಮಕ್ಕಳಾಗಿದ್ದೇವೆ. ನಮ್ಮಲ್ಲಿ ದೇವರಾತ್ಮನ ವಾಸ ಮಾಡ್ತಾ ಇದ್ದಾನೆ. ನಾವು ನಮಗಿರುವಂತವರಲ್ಲ, ಆತನಿಗಿರುವಂತವರು ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. So we belongs to the Lord. ನಾವು ಕರ್ತನಿಗೆ ಸಂಬಂಧಪಟ್ಟ, നമ്മൾ കർത്താവിന്റെയാണ്, കർത്താവിന്റെ വകയാണ്. ನಾವು ಕರ್ತನ ಸೊತ್ತು. നമ്മൾ ഓരോരുത്തരെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ನಮ್ಮ ಒಬ್ಬೊಬ್ಬರ ಕುರಿತಾಗಿ ಕರ್ತನು ಹೇಳುವಂತದ್ದಂದ್ರೆ, ഇവൻ എന്റെ മകനാണ്, ಇವನು ನನ್ನ ಮಗ, ഇവൻ എന്റെ മകളാണ്, ಈಕೆ ನನ್ನ ಮಗಳು, ഇവർ എന്റെ മക്കളാണ്. ಇವರೆಲ್ಲ ನನ್ನ ಮಕ್ಕಳು. നമ്മുടെ മേൽ അധികാരമുള്ള ഒരാളാണ് കർത്താവ്. ನಮ್ಮ ಮೇಲೆ ಯಜಮಾನಾಗಿರುವಂತವನು ಕರ್ತನಾಗಿದ್ದಾನೆ. അവൻ നമ്മെ വിലക്ക് വാങ്ങിയെന്ന് ಅವನು ನಮ್ಮನ್ನ ಬೆಲೆ ಕೊಟ್ಟು ಕೊಂಡುಕೊಂಡಿದ್ದಾನೆ. ഇനി നാലാമതായി ನಾಲ್ಕನೇದಾಗಿ നമ്മൾ കാണുന്നുണ്ടായി 8-ാം അധ്യായം, റോമാലേഖനം 8-ാം അധ്യായം 23-ാം വാക്യം. ರೋಮ 8:23 അവിടെ പരിശുദ്ധാത്മാവെന്ന ആദ്യദാനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ನಾವು ಪ್ರಥಮ ಫಲವಾಗಿರುವಂತಹ ಪವಿತ್ರಾತ್ಮನ ಕುರಿತಾಗಿ ಓದುತ್ತೇವೆ. രക്ഷിക്കപ്പെട്ട സമയത്ത് ರಕ್ಷಣೆ ಹೊಂದಿದ ಸಮಯದಲ್ಲಿ പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിട്ട് ദൈവം പറയുകയാണ്, ഇവൻ എന്റെയാണ്, കർത്താവിന്റെ ആണെന്ന് അംഗീകരിച്ചു. ನಾವು ನಮಗೆ ರಕ್ಷಣೆ ಹೊಂದಿದಾಗ ಪವಿತ್ರಾತ್ಮನನ್ನ ಕೊಟ್ಟು ಪವಿತ್ರಾತ್ಮ ಮುದ್ರೆ ಹಾಕಿ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಈತನು ನನ್ನವನು ಎಂಬುದಾಗಿ അംഗീകരിച്ചു. ಅಂದ್ರೆ ನನ್ನವನು ಎಂಬುದಾಗಿ ಸ್ವೀಕಾರ ಮಾಡಿದಂತ. അവ പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ട് കർത്താവ് നമ്മെ അംഗീകരിച്ചു. ദൈവത്തിന്റെ വകയാണ്. ಪರಿಶುದ್ಧಾತ್ಮನ ನಮಗೆ ಕೊಟ್ಟು ನಮ್ಮನ್ನ ಆತನು ಸ್ವೀಕಾರ ಮಾಡಿದನು. അപ്പം അങ്ങനെ കർത്താവിന്റെ ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ಕರ್ತನ ಆತ್ಮನಿಂದ ನಾವು ಮುದ್ರಿಸಲ್ಪಟ್ಟವರಾಗಿದ್ದೇವೆ. മറ്റൊരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്, ಮತ್ತೊಂದು ವಿಷಯ ನೋಡುವಂತದ್ದು, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ದೇವರ ಆತ್ಮನಲ್ಲಿ ನಾವು ಮುದ್ರಿಸಲ್ಪಟ್ಟಿದ್ದೇವೆ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ, ഞാനൊരു ഉദാഹരണത്തിൽ കൂടെ അത് പറയാൻ ആഗ്രഹിക്കുന്നു. ನಾನು ಒಂದು ಉದಾಹರಣೆಯೊಂದಿಗೆ ಅದನ್ನು ಹೇಳುತ್ತೇನೆ. നമ്മളൊരു ലെറ്റർ എഴുതി. ನಾವು ಒಂದು ಲೆಟರ್ ಬರೀತೇವೆ. ഇന്ന് ലെറ്റർ ഒന്നുമില്ല അല്ലേ? ಈಗ ಲೆಟರ್ ಇಲ್ಲ, ഇപ്പൊ എല്ലാം ಇಮೇಲ್, ഫോണ്, ഇമെയില്, വാട്സപ്പ് ഇതൊക്കെയാണ് അല്ലെ? ಇಮೇಲ್, ವಾಟ್ಸ್ಆಪ್ ಎಲ್ಲ. ഇതാരും ലെറ്റർ എഴുതുന്നില്ല. ಈಗ ಯಾರು ಪತ್ರ ಬರೆಯೋದಿಲ್ಲ. പക്ഷെ കുറച്ച് ആളുകൾക്ക് മുമ്പൊക്കെ ലെറ്റർ ഉണ്ടായിരുന്നു. ಕೆಲವು ಹಿಂದಿನ ದಿನಗಳಲ್ಲಿ ಲೆಟರ್ ಬರೀತಾರೆ. നമ്മളൊരു ലെറ്റർ എഴുതി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിട്ടു. ನಾವು ಒಂದು ಲೆಟರ್ ಬರೆದು ಪೋಸ್ಟ್ ಆಫೀಸ್ ಅಲ್ಲಿ ಹಾಕಿದ್ವಿ ಅಂತ ಇಟ್ಕೊಳ್ಳಿ. ഫ്രം അഡ്രസ് വെച്ചു, ಫ್ರಮ್ ಹಾಕಿ നമ്മൾ ടു വെക്കും അല്ലെ? ಟು ഡെസ്റ്റിനേഷൻ. അപ്പൊ നമ്മൾ എവിടെ അത് ചേരണം എന്നുള്ളത് വെച്ചു. ನಾವು ಎಲ್ಲಿಗೆ ಇದು ಮುಟ್ಟಬೇಕೆಂಬುದು ಅಡ್ರೆಸ್ ಬರ್ತದೆ. പോസ്റ്റ് ബോക്സിൽ. ಪೋಸ್ಟ್ ಬಾಕ್ಸ್ ಅಲ್ಲಿ ಇಟ್ವಿ. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ ചെല്ലുക. ಸ್ವಲ್ಪ ಸಮಯ ಆದ್ಮೇಲೆ ನಾವು ಹೋಗ್ತೇವೆ. നമ്മൾ എന്നിട്ട് പോസ്റ്റ് മാസ്റ്റർ വിളിച്ചു. ನಾವು ಪೋಸ್ಟ್ ಮಾಸ್ಟರ್ ಕರೀತೇವೆ. പോസ്റ്റ് മാസ്റ്റർ, ഞാനൊരു എഴുതി പോസ്റ്റിൽ ഇട്ടു. ನಾನು ಇಲ್ಲಿ ಒಂದು ಪತ್ರ ಬರೆದು ಪೋಸ್ಟ್ ಬಾಕ್ಸ್ ಅಲ್ಲಿ ಹಾಕಿ, അതിലെനിക്ക് ചില കാര്യങ്ങൾ തിരുത്താനുണ്ട്. ನಾನು ಆ ಒಂದು ಸ್ವಲ್ಪ ಬದಲಾಯಿಸಬೇಕಾಗಿದೆ. ആ ലെറ്റർ തരണം. ಆ ಒಂದು ಪತ್ರವನ್ನು ಕೊಡ್ರಿ. തരുമോ പോസ്റ്റ്മാൻ? ಕೊಡ್ತಾರ ಪೋಸ್ಟ್ ಮ್ಯಾನ್? തരുമോ? ಕೊಡ್ತಾರೆ. തരും. അത് അവരുടെ അതോറിറ്റിക്ക് കീഴിലുള്ളതാണ്. ಅದು ಅವರ ಅಧಿಕಾರದ ಕೆಳಗಡೆ അത് അവരുടെ റെസ്പോൺസിബിലിറ്റി. ആ ടു എവിടെ വെച്ചിരിക്കുന്നു അവിടെ എത്തിക്കാനും ಅವರ ರೆಸ್ಪಾನ್ಸಿಬಿಲಿಟಿ, ಜವಾಬ್ದಾರಿ. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഈ ലെറ്ററിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. ನಾನು ಹೇಳಿದಂತ ಈ ವಿಷಯಗಳನ್ನೆಲ್ಲ ಈ ಒಂದು ಪತ್ರ ಸಂಬಂಧಪಟ್ಟ ಯೋಚನೆ ಮಾಡಿ ನೋಡಿ. പോസ്റ്റ്മാൻ ആ ലെറ്റർ എടുത്തു. ಪೋಸ್ಟ್ ಮ್ಯಾನ್ ಲೆಟರ್ ತಗೋತಾನೆ. അതിൽ സീൽ വെച്ചാൽ ಅದನ್ನ ಸೀಲ್ ಆಗ್ತಾನೆ. it shows the authority of government of India. ಆ ಗವರ್ನಮೆಂಟ್ ಇಂಡಿಯಾದ ಅಧಿಕಾರವನ್ನು ತೋರಿಸ್ತದೆ ಅದು. ഇനി അത് അവരെ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ಅಲ್ಲಿ ಅವರು ಸೀಲ್ ಮಾಡಿದ ಮೇಲೆ അത് സേഫ് ആണ്
under the government of India, the safer. ಅದು ಭಾರತ ಸರ್ಕಾರದ ಕೆಳಗಡೆ ಅದು ಸುರಕ್ಷಿತವಾಗಿರ್ತದೆ. അത് പോസ്റ്റ്മാൻ എടുത്ത് സീൽ വെച്ച് കഴിഞ്ഞാൽ, പോസ്റ്റ് മാൻ സീൽ ಹಾಕಿದ ಮೇಲೆ അത് അവർക്കുള്ളത് അല്ലെങ്കിൽ അവരുടെ കയ്യിലാണ്, അത് അവരുടെ ഓണർഷിപ്പിലുള്ളതാണ്. ಅದು ಅವರ ಒಂದು ಯಜಮಾನಿಕೆಯಲ್ಲಿದ್ದು ಅವರ ನಿಯಂತ್ರಣದಲ್ಲಿ. ആ ലെറ്റർ എടുത്ത് അവർ സീൽ വെച്ച് കഴിഞ്ഞാൽ, ಅವರು ಸೀಲ್ ಹಾಕಿದ ಮೇಲೆ അത് അവർ സ്വീകരിച്ചു കഴിഞ്ഞു. ಅವರು ಅದನ್ನ ಸ್ವೀಕಾರ ಮಾಡಿ ಆಯ್ತು. അതിനുശേഷം ಅದಾದ್ಮೇಲೆ ആ ലെറ്റർ അവർ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. ಆ ಒಂದು ವಿಳಾಸಕ್ಕೆ ಆ ಲೆಟರ್ ಅನ್ನ ತಲುಪಿಸಬೇಕಾದಂತ ಅವರ ಜವಾಬ್ದಾರಿ To reach the destination. ಆ ಒಂದು ಗುರಿ ಎಲ್ಲಿ ತಲುಪಿಸಬೇಕು ಅಲ್ಲಿಗೆ ತಲುಪಿಸುವಂತದ್ದು. ഇതുപോലെയാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. ಇದಕ್ಕಾಗಿಯೇ ದೇವರ ಆತ್ಮನಿಂದ ನಮ್ಮನ್ನ ಮುದ್ರೆ ಹಾಕಿರುವಂತದ್ದು. അതായത് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ഒരിക്കലും നഷ്ടമായി പോകുന്നില്ല. ನಾವು ഭൂമിയിൽ ജീവിക്കുന്ന അത്രയും കാലം നാം ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. ನಾವು ನಾಶ ಆಗೋದಿಲ್ಲ. ನಾವು ಭೂಮಿ ಮೇಲೆ ಎಷ್ಟು ದಿನ ಬದುಕ್ತೇವೋ ಅಷ್ಟು ದಿನ ದೇವರ ಮಹಿಮೆಗೋಸ್ಕರ ಬದುಕಬೇಕೆಂಬುದಾಗಿ ಹೇಳುವಂಥದ್ದು. അതാണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. ಅದು ತಾನೇ ನಮ್ಮ ಕುರಿತಾದ ದೇವರ ಉದ್ದೇಶ. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ಅದು ತಾನೇ ಪೌಲನಿಗೆ ಹೇಳುವಂಥದ್ದು. നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ನಾವು ವಿಮೋಚನೆ ಆಗ್ತದೆ ಎಂಬುದಕ್ಕೆ ಪವಿತ್ರಾತ್ಮನ ಮುದ್ರೆಯನ್ನ ಹೊಂದಿದ್ದೇವೆ ಎಂಬುದಾಗಿ ನೋಡುವಂತರಾಗಿದ್ದೇವೆ. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ನಾವೆಷ್ಟು ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟವರು. നാം ദൈവത്തിന്റെയാണ്. ನಾವು ದೇವರವರು. ദൈവം നമ്മെ ഒരിക്കലും നഷ്ടപ്പെടുവാൻ അവൻ അനുവദിക്കുകയില്ല. ದೇವರು ನಾವು ನಾಶ ಆಗಲಿಕ್ಕೆ ಎಂದಿಗೂ ಅನುಮತಿ ಕೊಡೋದಿಲ್ಲ. നാം ഓർത്തുപോലെ ഈ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ಆ ಒಂದು ಸ್ಥಳಕ್ಕೆ ನಮ್ಮನ್ನ ಕರೆದುಕೊಂಡು ಹೋಗ್ತಾ ಇದ್ದಾನೆ. ആ ദിവസം വരെ ಅಲ್ಲಿ ತನಕ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, ಈ ಲೋಕದಲ್ಲಿ ನಾವು ಜೀವಿಸುವಾಗ ദൈവത്തെ മഹത്വപ്പെടുത്തി ದೇವರನ್ನ ಮಹಿಮೆಪಡಿಸಿ ಬದುಕೋಣ. രക്ഷിക്കപ്പെട്ട നമ്മുടെ ഓരോരുത്തരെയും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ರಕ್ಷಣೆ ಹೊಂದಿದಂತ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಒಬ್ಬೊಬ್ಬರಿಗೂ ಸಹ ಒಂದೊಂದು ಜವಾಬ್ದಾರಿಗಳಿವೆ. ഒന്നാമതായി നാം ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മൾ കർത്താവിന്റെ ഒരു സാക്ഷിയായി ജീവിക്കുക. ಮೊದಲನೇದಾಗಿ ನಾವು ನೋಡುವಂತದ್ದು, ನಾವು ಕರ್ತನಿಗೆ ಸಾಕ್ಷಿಗಳಾಗಿ ಬದುಕಬೇಕು. ദൈവം എവിടെ നമ്മളെ ആക്കിയാലും, ಎಲ್ಲಿ ನಮ್ಮನ್ನ ದೇವರು ಇಟ್ಟಿದ್ದರು അവിടെ കർത്താവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കണം. ಅಲ್ಲಿ ಕರ್ತನಿಗೆ ಸುವಾರ್ತೆಯ ಸಾಕ್ಷಿಗಳಾಗಿರ್ಬೇಕು. കാരണം നശിച്ചു പോകുന്ന കോടാനുകോടി ജനങ്ങളുള്ള സ്ഥലത്താണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ಆ ನಶಿಸಿ ಹೋಗ್ತಿರ್ತಕ್ಕಂತ ಕೋಟ್ಯಾಂತರ ಜನರ ಮಧ್ಯದಲ್ಲಿ ದೇವರು ನಮ್ಮನ್ನು ಇಟ್ಟಿದ್ದಾರೆ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ಒಂದು ವಿಷಯವನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು. 150 ಕೋಟಿ ಜನമാണ് നമ്മുടെ രാജ്യത്ത്. ನಮ್ಮ ದೇಶದಲ್ಲಿ 150 ಕೋಟಿ ಜನರಿದ್ದಾರೆ. ഈ 150 കോടി ജനം ഉള്ളതിൽ എത്ര പേര് യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു? 150 ಕೋಟಿ ಜನರಲ್ಲಿ ಎಷ್ಟು ಜನರು ಯೇಸುವಿನ ಮೇಲೆ ನಂಬಿಕೆ ಇಟ್ಟಿದ್ದಾರೆ? അനേകര് ഇന്നും യേശുക്രിസ്തുവിനെ അറിയാതിരിക്കുക. ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಅರಿಯದ ಎಷ್ಟೋ ಜನರಿದ್ದಾರೆ. 1 കൊരിന്ത്യർ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്ന പോലെ ഈ ലോകത്തിന്റെ ദൈവം സുവിശേഷത്തിന്റെ വെളിച്ചം അവരുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കാതിരിക്കുവാൻ അവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. 4:4 ಈ ಪ್ರಪಂಚದ ದೇವರು ನಂಬಿಕೆಯಿಲ್ಲದವರ ಮನಸ್ಸನ್ನ ಮಂಕು ಮಾಡಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. ನಮ್ಮ ಜವಾಬ್ದಾರಿ ಏನಂದ್ರೆ ಈ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನನ್ನ ತೋರಿಸಿಕೊಂಡು ഈ യേശുക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കുക. ಈ ಯೇಸು ಕ್ರಿಸ್ತನ ಸಾಕ್ಷಿಗಳಾಗಿ ನಮ್ಮ അതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ಅದಕ್ಕಾಗಿಯೇ ದೇವರು ನಮ್ಮನ್ನ ಕರೆದಿರುವಂತ അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് നമ്മൾ അറിയണം. ನಮ್ಮ ಆತನು ಕರೆದಂತ ಉದ್ದೇಶವನ್ನು ನಾವು ಅರ್ಥಕೊಳ್ಳಬೇಕು. ആ ഉദ്ദേശം മനസ്സിലാക്കി നാം ജീവിക്കണം. ಆ ಉದ್ದೇಶವನ್ನು ಅರ್ಥ ಮಾಡಿಕೊಂಡು ಜೀವಿಸಬೇಕು. ഇവിടെ ചാമരാജനഗറിലുള്ള സഭയുടെ വലിയൊരു ഉത്തരവാദിത്വമാണ് അനേകരെ ഈ സുവിശേഷവുമായി സമീപിക്കുക എന്നുള്ളത്. ಈ ಚಾಮರಾಜನಗರತಕ್ಕಂತ ಈ ಸಭೆಯ ಉದ್ದೇಶ ಅನೇಕ ಜನರ ರಕ್ಷಣೆಗೆ ನಡೆಸಬೇಕೆಂಬತಕ್ಕಂಥದ್ದು. അവരോട് പോയി പറയാൻ പറ്റാത്തവർക്ക് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. ಅಲ್ಲಿ ಹೋಗಿ ಹೇಳಲಿಕ್ಕೆ ಆಗದೆ ಇರ್ತಕ್ಕಂಥವ್ರು ಬೇರೊಂದು ಕಾರ್ಯ ಮಾಡಬಹುದು. നിരന്തരമായി അവർക്ക് വേണ്ടി ನಿರಂತರವಾಗಿ ಅವರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುವ. ഇപ്പൊ ഇന്നൊരു സഹോദരൻ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു, നമുക്ക് സഭയായിട്ട് എത്ര സന്തോഷം അല്ലെ? ಒಬ್ಬ ವ್ಯಕ್ತಿ ಇವತ್ತು ರಕ್ಷಣೆ ಹೊಂದಿ ಮುಂದೆ ಬಂದರೆ ಸಭೆಗೆ ಎಷ್ಟು ಸಂತೋಷ ಇದಲ್ವಾ? നമുക്ക് ഇത്രയും സന്തോഷം ഉണ്ടെങ്കിൽ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ എന്ത് സന്തോഷമായിരുന്നു. ಆ ರಕ್ಷಣೆ ಹೊಂದಿದಂತ ವ್ಯಕ್ತಿಯ ಕುರಿತಾಗಿ ನಮಗೆ ಎಷ್ಟು ಸಂತೋಷ ಅಂದ್ರೆ ಸ್ವರ್ಗಕ್ಕೆ ಎಷ್ಟು ಸಂತೋಷ. കർത്താവ് പറഞ്ഞു, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ അവനെ കുറിച്ച് അധികം സന്തോഷമുണ്ടെന്ന്. ಒಬ್ಬ ವ್ಯಕ್ತಿ ಒಬ್ಬ ಪಾಪಿ ದೇವರ ಕಡೆ ತಿರುಗಿಕೊಳ್ಳೋದಾದ್ರೆ ಸ್ವರ್ಗ ಸಂತೋಷ ಪಡ್ತದೆ ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. പ്രിയമുള്ളവരെ, സുവിശേഷത്തിന്റെ സാക്ഷികളായി ജീവിക്കുക. ನಾವು ಸುವಾರ್ತೆಗೆ ಸಾಕ್ಷಿಗಳಾಗಿ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മെ വിളിച്ചത്.
വിളിച്ചത്. ನಮ್ಮನ್ನ ಕರ್ತನು ತನ್ನ ಮಹಿಮೆಗೋಸ್ಕರ പൗലോസ് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, എന്നെ അതിനു വേണ്ടി മുന്നേ വെച്ചിരിക്കുകയാണ്. ಆ ಪೌಲನು ಸ್ಪಷ್ಟವಾಗಿ ಹೇಳುತ್ತಾನೆ, ಅದಕ್ಕಾಗಿ ನನ್ನನ್ನು ನೇಮಿಸಿದ್ದಾನೆ. ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവേദനയെയും കർത്താവ് വിളിച്ചത് കർത്താവിന് സാക്ഷികളായി ജീവിക്കുക. ಇಲ್ಲಿ ಕೂಡಿರುವಂತ ಪ್ರತಿಯೊಬ್ಬ ದೇವ ಮಗುವನ್ನ ದೇವರು ತನ್ನ ಸಾಕ್ಷಿಗಳಾಗಿ കർത്താവിനെ ആരാധിക്കുവാൻ, ಕರ್ತನನ್ನು ಆರಾಧಿಸಲಿಕ್ಕೆ, കർത്താവിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് വേണ്ടി. ಕರ್ತನ ಮಹಿಮೆಯ ಪ್ರದರ್ಶನಕ್ಕಾಗಿ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ನಾನು ಮತ್ತೊಂದು ವಿಷಯ ಹೇಳಿ ಮುಗಿಸ್ತೇನೆ. ഈ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ അത്രമാത്രം ഗൗരവമുള്ളവരാണ്. ನಾವು ಆತ್ಮೀಕ ವಿಷಯಗಳಲ್ಲಿ ಎಷ್ಟು ಆಸಕ್ತಿಯುಳ್ಳವರಾಗಿದ್ದೇವೆ, ಗೌರವವುಳ್ಳವರಾಗಿದ್ದೇವೆ. പലപ്പോഴും നമുക്ക് ആ കാര്യത്തിൽ ഒത്തിരി വിട്ടുവീഴ്ച. ಆ ಆತ್ಮೀಕ ವಿಷಯಗಳಲ್ಲಿ ಸ್ವಲ್ಪ ಹಾಗೇನೆ. ഇപ്പൊ നമ്മൾ ആരാധനയ്ക്ക് വരികയാണെങ്കിൽ 9 മണിക്കാണ് ആരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ വരുമ്പോഴൊക്കെ എത്ര സമയമൊക്കെ? 9 ಗಂಟೆಗೆ ಆರಾಧನೆ ಇದ್ರೆ ನಾವು ಬರುವಾಗ ಎಷ್ಟಾಗಿರ್ತದೆ? ഞാൻ ഇവിടെ ഉള്ളവരുടെ കാര്യമല്ല പറഞ്ഞ, ನಾನು ಇಲ್ಲಿರೋದ್ರ ಬಗ್ಗೆ ಹೇಳ್ತಾ ಇಲ್ಲ, ಯಾಕಂದ್ರೆ പൊതുവായിട്ട് നമുക്കുള്ള ഒരു വലിയ വീഴ്ചയാണ്. ಸಾಮಾನ್ಯವಾಗಿ ನಾವು ನೋಡುವಂತದ್ದು 9 മണിക്ക് ആരാധന എന്ന് പറഞ്ഞാൽ 9 ಗಂಟೆಗೆ ಆರಾಧನೆ ಅಂದ್ರೆ 2-3 പേര് വരും. 2-3 ಜನ വന്നവർ എത്ര സമയം കാത്തിരിക്കും? ಬಂದವರು ಎಷ್ಟು ಸಮಯ പ്രാർത്ഥിച്ചങ്ങ് ആരംഭിക്കും. ಅವರು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಪ್ರಾರಂಭ. ഒരു പാട്ടായി, ಒಂದು ಹಾಡಾಯ್ತು, 2 പാട്ടായി, 2 ಹಾಡಾಯ್ತು, ആരും വന്നില്ല, ಯಾರು ಬಂದಿಲ್ಲ, 3ാമത്തെ പാട്ടായി, 3 ಹಾಡಾಯ್ತು, കുറച്ചു പേര് വന്നു, ഇങ്ങനെ പൊഴിഞ്ഞു ಹೀಗೆ ಬರ್ತಾ ಇರ್ತಾರೆ. അതൊരു സഭയുടെ ക്രമമല്ല, ಅದು ಸಭೆಯ ಶಿಸ್ತು ಕ್ರಮ ಅಲ್ಲ. ഞാൻ എപ്പോഴും എന്റെ സഭയിൽ പറയുന്ന ഒരു കാര്യം, അത് നിങ്ങളോട് ഞാൻ പറയും. ನಮ್ಮ ಸಭೆಯಲ್ಲಿ ನಾನು ಹೇಳುವಂತ ವಿಷಯನ ನಿಮ್ಗೂ ಹೇಳ್ತೇನೆ. ഒരു ആരാധനയോഗം എന്ന് പറഞ്ഞു, ആരാധനയോഗം മാത്രമല്ല, സഭയുടെ എല്ലാ മീറ്റിംഗിലും സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് ആദ്യത്തെ സഹോദരൻ എഴുന്നേൽക്കുമ്പോൾ എല്ലാ വിശ്വാസികളും അവിടെ ഉണ്ടായിരിക്കും. ಸಭೆ ಆರಾಧನೆ ಮಾತ್ರವಲ್ಲ, ಸಭೆಯ ಎಲ್ಲಾ ಆತ್ಮಿಕ ಕೂಟಗಳಲ್ಲಿ ಮೊದಲನೇದಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಪ್ರಾರಂಭಿಸೋಣ ಎಂಬುದಾಗಿ ಒಬ್ಬ ಸಹೋದರನು ಎದ್ದು ನಿಂತುಕೊಳ್ಳೋ ಸಂದರ್ಭದಲ್ಲಿ ಎಲ್ಲರೂ ಸೇರ್ಬೇಕು. ഇവിടെ ടീച്ചേഴ്സ് ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. ಇಲ್ಲಿ ಟೀಚರ್ಸ್ಗಳು ಹೆಚ್ಚು ಜನರು ಇದ್ದಾರೆ ಅಂತ ನೆನೆಸ್ತಾನೆ. നിങ്ങളെ ക്ലാസ്സുകള്, നിങ്ങളുടെ കുട്ടികളൊക്കെ വരുമ്പോൾ ഓരോരുത്തർ ഓരോരോ സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ನಿಮ್ಮ ಸ್ಟೂಡೆಂಟ್ಗಳು ಒಂದೊಂದು ಸಮಯದಲ್ಲಿ ಒಬ್ಬೊಬ್ಬ ಸ್ಟೂಡೆಂಟ್ ಬಂದ್ರೆ ನೀವು ಒಪ್ಕೋತೀರಾ? ನೀವು ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. എന്തും ഇഷ്ടം. ഞാൻ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഒരു ഓർമ്മയുണ്ട്. ನಾನು 6ನೇ ಕ್ಲಾಸ್ 7ನೇ ക്ലാസ് ಓದುವಾಗ ನನಗೊಂದು ನೆನಪಿದೆ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊരു റൈറ്ററുടെ മകനാണ്. ನಾನೊಬ್ಬ ರೈತನ ಮಗನು. ഞാൻ വീട്ടിലെ ഈ ചില പണികളൊക്കെ ചെയ്തിട്ട് സ്കൂളിൽ പോകും. 10 മണിയാകുമ്പോഴത്തേനും സ്കൂളിൽ 10 മണിക്ക് ബെല്ലടിക്കുമ്പോഴത്തേനും അവിടെ ചെല്ലണം. ನಾನು ಕೆಲವು ಕೆಲಸಗಳನ್ನ ಮುಗಿಸಿ 10 ಗಂಟೆಗೆ ಬೆಲ್ ಹೊಡಿತಾರಲ್ಲ, ಅಲ್ಲಿ ತನಕ ಅದರೊಳಗೆ ಹೋಗ್ಬೇಕು. ചിലപ്പോൾ ഞങ്ങൾ കുറച്ച് താമസിക്കും. ಕೆಲವು ಸಮಯದಲ್ಲಿ ತಡವಾಗ್ತಿತ್ತು. അപ്പൊ ഈ ഗേറ്റിന്റെ അടുത്ത് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഇങ്ങനെ വന്ന് നിൽക്കും, ഇങ്ങനെ നിൽക്കും. ಹೆಡ್ ಮಾಸ್ಟರ್ ಗೇಟ್ ಹತ್ರ ಬಂದು ಹೀಗೆ ನಿಂತ್ಕೊಳ್ಳೋರು. അപ്പൊ ഈ കയറി പോകുന്ന കുട്ടികൾക്ക് ഒരടി കൊടുത്തോളൂ. ಓದುವಂತವ್ರಿಗೆಲ್ಲ ಲೇಟ್ ಆಗಿ ಬಂದವ್ರಿಗೆಲ್ಲ ಒಂದು ಏಟ್ ഹെഡ് മാസ്റ്റർ എന്തുകൊണ്ട് ലേറ്റായി, എന്തുകൊണ്ട് ಯಾಕೆ ಲೇಟ್ ಆಯ್ತು ಅಂದ್ರೆ അടി ആരും കാണിക്കില്ല, ഇങ്ങനെ അടി പറയാൻ പഠിച്ചിട്ടില്ല. ಗಡ್ಡಿ ಹಿಂದ್ಗಡೆ ಇಟ್ಕೊಳ್ತಾರೆ, ತೋರಿಸ್ತಾ ಇರಲಿಲ್ಲ. ഓരോ ദിവസം അടി കിട്ടുമ്പോ പിറ്റേ ദിവസം എങ്ങനെയെങ്കിലും സമയത്തിന്റെ ഉള്ളിൽ ഓടി പോകും. ಮೊದಲನೇ ದಿನ ಏಟು ಸಿಕ್ಕಿದ್ರೆ 2ನೇ ದಿನ ಸರಿಯಾಗಿ ಹೋಗ್ತಾ ಇದ್ರು. ഞാൻ വിചാരിക്കും ഈ സഭയിലൊക്കെ നീ മുമ്പന്മാരും സുവിശേഷന്മാരൊക്കെ ഒരു വടിയായിട്ട് നിൽക്കണം. ನಾನು ಯೋಚನೆ ಮಾಡೋದು ಹಂಗೇನೆ, ಈ ಸಭಾ ಹಿರಿಯರು ಸಭೆಯಲ್ಲೂ ಸಹ ಒಂದು ಕೋಲ್ ಇಟ್ಕೊಂಡು ನಿಂತ್ಕೋಬೇಕು. എല്ലാവർക്കും ഓരോ ദിവസം അടി കിട്ടി, ಎಲ್ಲರಿಗೂ ಒಂದು ಕೊಟ್ಟು ಕಳಿಸ್ಲಿಕ್ಕೆ. അല്ല എല്ലാവർക്കും അടി കിട്ടേണ്ടി വരും. ಆಗ ಎಲ್ಲರಿಗೂ ಏಟ್ ಸಿಗ್ತದೆ. അതുകൊണ്ട് അങ്ങനെ ആകരുത്. ಹಾಗಾಗಬಾರ್ದು. നമ്മൾ 10 മണിക്കെന്ന് പറഞ്ഞാൽ 9 മണിക്കെന്ന് പറഞ്ഞാൽ 9 മണിക്ക് വരണം. 9 ಗಂಟೆಗೆ ಅಂದ್ರೆ 9 ಗಂಟೆಗೆ. അതാണ് സഭയുടെ അനുഗ്രഹം. ಅದು ಸಭೆಯ ಆಶೀರ್ವಾದ. ഐക്യത എന്ന് പറയുന്നത് അതാണ്. ಐಕ್ಯತೆ ಅನ್ನೋದು. അതുപോലെ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകാൻ പാടും. ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಆಶೀರ್ವಾದ ಹೇಳಿದ ಮೇಲೆನೇ ಇಲ್ಲಿಂದ ಹೋಗ್ಬೇಕು ನಾವು. ചിലർ ആമേനെ, നമ്മളെ ഈ ബ്രദറുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. ಈ ಸಹೋದರರಿಗೊಂದು ಸಮಸ್ಯೆ ಇದೆ. നമ്മൾ ആമേൻ പറയില്ല. ನಾವು ಆಮೇನ್ ಹೇಳಲ್ಲ. ആമേൻ പറയാതിരിക്കാൻ 2 കാര്യങ്ങളാണ്. ಆಮೇನ್ ಹೇಳದೇ ಇರ್ಲಿಕ್ಕೆ 2 ವಿಷಯಗಳು. പുള്ളി പ്രാർത്ഥിച്ചതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ಅಂದ್ರೆ ಅರ್ಥ ಏನಂದ್ರೆ ನೀವು ಆ ವ್ಯಕ್ತಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋದು ನಾನು ಸಮ್ಮತಿ ಪಡಲ್ಲ ಅಂತ. അതാണ് ഒരു അർത്ഥം. ಅದ್ರ ಅರ್ಥ ಅದೇ, ನನಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರೆ ಒಪ್ಪಿಗೆ ಇಲ್ಲ ಅಂತ ಆಮೇಲೆ ಹೇಳಿದ್ರೆ. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് 2ನೇ ಅರ್ಥ പുള്ളി ശ്രദ്ധിക്കുന്നില്ലെന്നില്ല. ಅಂದ್ರೆ ಕೇಳಿಸ್ಕೊತಾ ಇಲ್ಲ ಅಂತ ಅರ್ಥ. ഇതാണ് ആമേൻ പറയാത്തതിന്റെ 2 കാരണം. 2 ಕಾರಣಗಳು ಆಮೇಲೆ ಹೇಳದೇ ഈ ಇರ್ಲಿಕ್ಕೆ. പിള്ളേരെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച്, ಈ ಮಕ್ಕಳಿಗೆ ಸಂಬಂಧಪಟ್ಟ ಹಾಗೆ അല്ല, ഈ ആമേൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ಈ ಆಮೇಲೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಅದ್ರ ಅರ್ಥ ಏನು? ആകെ ആകെ. ഓ, വെരി ഗുഡ്. ഇറ്റ് ഷാൽ ബി എന്നുള്ള അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ಓಕೆ, ಹಾಗೆ ಆಗಲಿ. ഈ പിള്ളേരെ സംബന്ധിച്ച് അവർ വിചാരിക്കുന്നത്, ಈ ಮಕ್ಕಳು ಸಂಬಂಧಪಟ್ಟ ಯಾವ ತಿಳ್ಕೊಂಡು ആമേൻ പറയുമ്പോൾ അവർ വിചാരിക്കുന്ന പ്രാർത്ഥന കണ്ണു തുറക്കാനുള്ള സമയമാണ്. ಅವ್ರು ಅಂದ್ಕೊಂಡಿರ್ತಾರೆ ಅಂದ್ರೆ ಪ್ರಾರ್ಥನೆ ಮುಗೀತು ಕಣ್ ಬಿಡುವುದು ಅಂತ. ചില വിശ്വാസികൾ ಕೆಲವು ವಿಶ್ವಾಸಿಗಳು ಹಂಗೇನೆ. അങ്ങനെ ആകരുത്. ಆ ರೀತಿ ಆಗ್ಬಾರ್ದು. നമ്മൾ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യും.
ನಾವು ದೇವರನ್ನ ಪ್ರೀತಿ ಮಾಡಿ ದೇವರ ಮಹಿಮೆಗೋಸ್ಕರ അതിന് വേണ്ടുന്ന ഗൗരവം നമുക്ക് ಅದಕ್ಕೆ ಸರಿಯಾದಂತ ಗೌರವ, നമ്മെ വീണ്ടെടുത്തതിന്റെയും നമ്മെ സൃഷ്ടിച്ചതിന്റെയും വീണ്ടെടുത്തതിന്റെയും നമ്മെ വിളിച്ചതിന്റെയും ഉദ്ദേശം മനസ്സിലാക്കിയിട്ടില്ല. ನಮ್ಮನ್ನ ದೇವರು ಬಿಡುಗಡೆ ಕೊಟ್ಟದ್ದು, ನಮ್ಮನ್ನ ಕರೆದಿರುವಂತದ್ದು, ಅದರ ಉದ್ದೇಶನ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು. കർത്താവിന്റെ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ದೇವರ ವಾಕ್ಯ ಹೇಳ್ತದೆ, ನನ್ನನ್ನು ಸನ್ಮಾನಿಸುವವರನ್ನ ನಾನು ആ ಸನ್ಮಾನಿಸುತ್ತೇನೆ. നിലയിൽ ദൈവത്തെ മാനിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. ಆ ರೀತಿಯಾಗಿ ದೇವರನ್ನ ಸನ್ಮಾನಿಸಿ ಆತನ ಮಹಿಮೆಗೋಸ್ಕರ ಬದುಕಲಿಕ್ಕೆ ದೇವರು ನಮಗೆ ಸಹಾಯ വീണ്ടും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനായി ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ಈ ರೀತಿಯಾಗಿ ನನಗೊಂದು ಒಳ್ಳೆ ಅವಕಾಶವನ್ನು ಮಾಡಿಕೊಟ್ಟದಕ್ಕಾಗಿ ಹೃದಯ ತುಂಬಿ ನಾನು ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುವಂತನಾಗಿದ್ದೇನೆ. പ്രാർത്ഥനയിൽ ഓർക്കാം, ഞങ്ങളെ ഓർത്തും ನಿಮ್ಮನ್ನು ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೊಳ್ಳುತ್ತೇವೆ, ನಮ್ಮನ್ನೂ ಸಹ ನೀವು ಪ್ರಾರ್ಥನೆ ದೇವರ ನಾಮಕ್ಕೆ ಮಹಿಮೆ. ಈ ದಿನಕ್ಕಾಗಿ ದೇವಜನರೆಲ್ಲರೂ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ಬಂದೆವು. ಕರ್ತನು ಇವತ್ತಿನ ಒಂದು ಕೂಟವನ್ನು ವಿಶೇಷವಾಗಿ ಆತ್ಮೀಕವಾಗಿ ನಮ್ಮೆಲ್ಲರಿಗೊಂದು ಪ್ರೋತ್ಸಾಹ ಕೊಡುವಂತ ಅಥವಾ ಕರ್ತನಿಗಾಗಿ ನಿಲ್ಬೇಕಂತಕ್ಕಂಥ ಒಂದು ತೀರ್ಮಾನ ತೆಗೆದುಕೊಳ್ಳುವಂತ ವಾಕ್ಯ ಸಂದೇಶ ಇವತ್ತು ನಮಗೆ ದೊರೆಯುವಂತೆ ದೇವರು ಸಹಾಯಿಸ್ತನು. ಅದಕ್ಕೆ ಎಲ್ಲ ಮಹಿಮೆ ಕರ್ತನಿಗುಂಟಾಗ್ಲಿ. ಮತ್ತು ನಮ್ಮ ಕರೆಗೆ ಅವರು ಮನ್ನಣೆ ಕೊಟ್ಟು ಪ್ರಿಯ ಸೇವಕರು
ನಾನು ಫೋನ್ ಮಾಡಿ ಕೇಳ್ಕೊಂಡಾಗ ನಮ್ಗೆ 2 ಡೇಟ್ ಇತ್ತು, ಒಂದು 21 ಮತ್ತು 19ಕ್ಕೆ ಅವರು ಬರ್ಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ. 21ಕ್ಕೆ ಬರ್ಲಿಕ್ಕೆ ಆಗಲ್ಲ ಅಂತ ಹೇಳಿದ್ರು. ಅವ್ರಿಗೆ ಸಭೆಯಲ್ಲಿ ಬೇಕೆಂಬುದಾಗಿ, ನಂತರ 19 ಬರ್ತೇನೆ ಎಂಬುದಾಗಿ ನಾವು 19ರಲ್ಲಿ ಈ ಕೂಟವನ್ನು ನಾವು 21ಕ್ಕೆ ತೀರ್ಮಾನ ಮಾಡಿದ್ದು. ನಂತರ ಇದು ಸಹ ರಜಾ ಇದೆ 19 ಎಂಬುದಾಗಿ ನೆನೆಸಿ ಈ ರಜದಿನ ಇಟ್ಕೊಳ್ಳುವಂತ ಒಂದು ಯೋಜನೆ ಕರೆದಾಗ ದೇವ ಸೇವಕರು ಬರ್ಲಿಕ್ಕೆ ಒಪ್ಪಿಗೆ ಕೊಟ್ಟರು. ನಂತರ ನಾವು ಕುಟುಂಬವಾಗಿ ಬರ್ತೇವೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಬಹಳ ಸಂತೋಷ. ಒಂದು ನಮ್ಮ ಸಭೆಯಲ್ಲಿ ಒಂದು ಕುಟುಂಬ, ದೇವಸೇವಕರ ಕುಟುಂಬ ಬಂದು ನಮ್ಮೊಟ್ಟಿಗೆ ನುಣ್ಯವಾಗಿರುವಂಥದ್ದು, ನಮ್ಮೊಟ್ಟಿಗಿರುವಂಥದ್ದು ಬಹಳ ಸಂತೋಷ ಆಯ್ತು. ಸಂತೋಷ ಬ್ರದರ್ ಎಲ್ಲ ಬನ್ನಿ ಎಂಬುದಾಗಿ ನಾವು ಹೇಳಿದ್ವಿ. ಅದೇ ಪ್ರಕಾರ ಬಂದು ಕುಟುಂಬವಾಗಿ ನಿನ್ನೆ ಬಂದು ಕಿರ್ಕ್ಸೂರಲ್ಲಿ ಸಭೆ ಸ್ಟಡಿಯನ್ನ ತೆಗೆದುಕೊಳ್ಳುವಂತೆ ಮತ್ತು ಇವತ್ತು 3 ತರಗತಿಗಳಲ್ಲಿ ಕರ್ತನ ವಿಶೇಷವಾದ ಸಂದೇಶ ನೀಡುವಂತೆ ದೇವರು ಸಹಾಯಿಸಿದರು. ಅದಕ್ಕಾಗಿ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಹೆಸರಿನಲ್ಲಿ ಈ ಸಭೆಯ ಎಲ್ಲ ದೇವಜನರ ಪರವಾಗಿ ನಾನು ಅವರಿಗೆ ಪ್ರೀತಿ ವಂದನೆಗಳನ್ನು ತಿಳಿಸುವಂತನಾಗಿದ್ದೇನೆ. ಈ ಸಾಯಂಕಾಲ ಅವರು ಪ್ರಯಾಣದಲ್ಲಿ ಹೋಗ್ತಾರೆ. ಅವರ ಪ್ರಯಾಣಕ್ಕಾಗಿ ಸುರಕ್ಷತೆಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. 2 ಮಕ್ಕಳಿದ್ದಾರೆ, ಆ ಮಕ್ಕಳ ಮುಂದಿನ ಭವಿಷ್ಯತ್ತಿಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ಕರ್ತನು ತನ್ನ ಸೇವೆಗೆ ಅವರನ್ನು ಕರೆದಿದ್ದಾನೆ. ದೇವರು ಜವಾಬ್ದಾರಿಯುಳ್ಳವನಾಗಿ ಅವರನ್ನು ನಡೆಸ್ತಾನೆ. ಅದಕ್ಕಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ ನಮ್ಮ ಜವಾಬ್ದಾರಿಯಾಗಿದೆ, ಅವರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸಬೇಕು. ಮತ್ತು ಈ ಕೂಟ ಯಶಸ್ವಿಯಾಗಿ ನಡೀಲಿಕ್ಕೆ ಇಲ್ಲಿ ಅನೇಕ ದೇವ ಮಕ್ಕಳ ಒಂದು ಪರಿಶ್ರಮ, ಪ್ರೋತ್ಸಾಹ, ಸಹಾಯ ಎಲ್ಲವೂ ಸೇರಿ ಉತ್ತಮವಾಗಿ ನಡೆಯುವಂತಾಯಿತು. ಕೆಲವು 2 ಕುಟುಂಬಗಳು, ರಾಜು ಮತ್ತು ಶಿವಬ್ರದರ್ ಕುಟುಂಬ ಮತ್ತು ಮಹೇಶ್, ಇವರೆಲ್ಲ ಸೇರಿ ಒಂದು ಅಡಿಗೆ ಪ್ರಿಪರೇಷನ್ ಮಾಡೋದ್ರಲ್ಲಿ ಅವರು ತಮ್ಮನ್ನ ಸಮರ್ಪಣೆ ಮಾಡಿಕೊಂಡ್ರು. ನಂತರ ಇದೆಲ್ಲ ಅರೇಂಜ್ಮೆಂಟ್ ಮಾಡೋದ್ರಲ್ಲಿ ದೇವಕುಮಾರ್ ಸಹೋದರರು ಇನ್ನು ಕೆಲವರು ಅರೇಂಜ್ಮೆಂಟ್ ಮಾಡಿ ಎಲ್ಲ ವಿಷಯದಲ್ಲೂ ಎಲ್ಲರೂ ಸಹಕರಿಸಿದರು. ಮತ್ತು ಈ ಒಂದು ಖರ್ಚು ವೆಚ್ಚದಲ್ಲೂ ಸಹ ಅನೇಕ ದೇವ ಮಕ್ಕಳು ಆತ್ಮನ ಪ್ರೇರೇಪಣೆಯಿಂದ ಸಹಾಯ ಮಾಡ್ತಾ ಬಂದಿದ್ರಿ. ನಿಮ್ಮೆಲ್ಲರಿಗೂ ಸಹ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಹೆಸರಲ್ಲಿ ಈ ಸಭೆಯ ಪರವಾಗಿ ಪ್ರೀತಿ ವಂದನೆಗಳನ್ನ ತಿಳಿಸುವಂತರಾಗಿದ್ದೇವೆ. ಮುಳ್ಳೂರು ಕಡೆಯಿಂದ ಮತ್ತು ಹೊರಳೇಪುರ ಕಡೆಯಿಂದ ಹಾಗೂ ಚಾಮರಾಜನಗರ ಸ್ಥಳೀಯ ಸಭೆಯಿಂದ, ಮೈಸೂರು ಕಡೆಯಿಂದ ಹೀಗೆ ನಮ್ಮ ಕರೆಗೆ ಮನೆಯನ್ನೇ ಕೊಟ್ಟು ಬಂದು ಇಲ್ಲಿ ಕರ್ತನ ಸನ್ನಿಧಾನದಲ್ಲಿ ನಮ್ಮನ್ನು ಪ್ರೋತ್ಸಾಹಿಸ್ತಾ ಬಂದದಕ್ಕಾಗಿ ಸಹ ಎಲ್ಲರಿಗೂ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಹೆಸರಿನಲ್ಲಿ ಪ್ರೀತಿ ವಂದನೆಗಳನ್ನು ತಿಳಿಸುವಂತನಾಗಿದ್ದೇನೆ. ಓಕೆ, ಎಲ್ಲರಿಗೂ ಮತ್ತೊಮ್ಮೆ ಧನ್ಯವಾದಗಳು. ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಕೂಟವನ್ನ ನಾವು ಮುಗಿಸುವಂತರಾಗಿರೋಣ. ಓಕೆ, ಅಂಥನಿ ಬಂದಿವೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಕೃಪೆಯಲ್ಲಿ ಐಶ್ವರ್ಯವಂತನಾದ ನಮ್ಮ ಸ್ವರ್ಗೀಯ ತಂದೆಯ ದೇವರೇ, ಮತ್ತೊಂದು ಹೊತ್ತಿನಿಗೆ ಸ್ತುತಿ ಸ್ತೋತ್ರ ಕೊಂಡಾಟಗಳನ್ನು ಸಮರ್ಪಿಸುತ್ತೇವೆ. ಇವತ್ತಿನ ಎಲ್ಲಾ ಕಾರ್ಯಗಳು ಕರ್ತ ಉತ್ತಮ ನಡೆಯುವಾಗಲೇ ಸಹಾಯ ಮಾಡೋದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಸ್ವಾಮಿ. ಸಂದೇಶ ಕೊಡೋದಕ್ಕೋಸ್ಕರ ಕರ್ತ ಬ್ಯಾಂಗ್ಳೂರಿಂದ ಸಾಧ್ಯ ಸಹೋದರರು ಬಂದು 3 ತರಗತಿಯಲ್ಲಿ ಸಂದೇಶ ಕೊಡುವುದಕ್ಕೆ ನಿಂತಲೇ ಸಹಾಯ ಮಾಡೋದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಕರ್ತ. ಅನೇಕ ದೇವಜನರು ಒಟ್ಟಾಗಿ ಸೇರಿ ಬಂದು ಸ್ವಾಮಿ ಇನ್ನ ಪ್ರಸನ್ನದಲ್ಲಿ ಕೂತುಕೊಂಡು ಸಂದೇಶನ ಕೇಳಿ ಆತ್ಮಿಕವಾಗಿ ಪಾಲ್ಗೊಂಡದಕ್ಕಾಗಿ ಸ್ತೋತ್ರವನ್ನ ಕೊಂಡಾಟವನ್ನ ಸಮರ್ಪಿಸುವಂತರಾಗಿದ್ದೇವೆ. ಈ ಕೂಟದ ಮೊದಲಿಂದ ಕೊನೆಯವರು ಕರ್ತನಿ ಪ್ರಸನ್ನಾಗಿ ಜೋಕೊಂಡು ನನ್ನ ಜೀವನ ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ಮಾತಾಡುತ್ತಾ ನಮ್ಮನ್ನು ಎಚ್ಚರಿಸುತ್ತಾ ನಿಮ್ಮನ್ನು ಬಲಪಡಿಸುತ್ತಾ ಬಂದದಕ್ಕಾಗಿ ಸ್ತೋತ್ರವನ್ನ ಕೊಂಡಾಟವನ್ನ ಸಮರ್ಪಿಸುವಂತರಾಗಿದ್ದೇವೆ. ಈ ಸಮಯದಲ್ಲಿ ಸ್ವಾಮಿ ಸಂದೇಶ ಕೊಟ್ಟಂತಹ ಸಾಜುಮನ್ ಸಹೋದರಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೇವೆ. ಅವ್ರನ್ನ ಆಶೀರ್ವಾದ ಮಾಡು, ಅವ್ರು ಮಾಡುವಂತ ಘನವಾದ ಸೇವೆನ ಆಶೀರ್ವಾದ ಮಾಡು, ಅವ್ರ ಕುಟುಂಬನ ಆಶೀರ್ವಾದ ಮಾಡು, ಮಕ್ಕಳ ಮುಂದಿನ ಭವಿಷ್ಯತ್ತನ್ನ ನೀ ಆಶೀರ್ವಾದ ಮಾಡು. ಅಪ್ಪ ಅವ್ರ ಕೈಗೆ ಒಪ್ಪಿಸಿಕೊಟ್ಟಿರುವಂತ ಸಭೆಯನ್ನ ಆಶೀರ್ವಾದ ಮಾಡು, ಸಭೆ ಎಲ್ಲಾ ದೇವಜನರನ್ನ ಆಶೀರ್ವಾದ ಮಾಡು ಎಂಬುದಾಗಿ ನನ್ನ ಸನ್ನಿಧಾನದಲ್ಲಿ ಬೇಡಿಕೊಳ್ಳುವಂತರಾಗಿದ್ದೇವೆ. ಹಾಗೆ ಸ್ವಾಮಿ ಅಪ್ಪ ಚಾಮರಾಜನಗರದ ಸಭೆನ ಆಶೀರ್ವಾದ ಮಾಡು, ಪುರನಂದಪುರದಲ್ಲಿರುವಂತ ಸಭೆನ ಆಶೀರ್ವಾದ ಮಾಡು, ಮುಳ್ಳೂರಿರುವಂತ ಸಭೆನ ಆಶೀರ್ವಾದ ಮಾಡು ಕರ್ತ. ಈ ಸಭೆ ಕೂಡ ಬೆಳೆಯುವಾಗೆ ನೀನನ್ನ ಸಹಾಯ ಮಾಡು ಎಂಬುದನ್ನು ಸನ್ನಿಧಾನದಲ್ಲಿ ಬೇಡಿಕೊಳ್ತೇವೆ. ಅನೇಕ ದಿನದಿಂದ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ಕೊಂಡು ಬಂದಾಗ ಸ್ವಾಮಿ ಇವತ್ತಿನ ಕೂಟ ಯಶಸ್ವಿ ನಡೆಯುವಾಗಿ ನೀವು ಸಹಾಯ ಮಾಡಿದ್ವಿ. ಮುಂದೆ ಬರುವಂತ ದಿನದಲ್ಲಿ ಕರ್ತ ಏಪ್ರಿಲ್ 27ರಿಂದ ಮೇ 2ನೇ ತಾರೀಕು ತನಕ ಕರ್ತ UBS ನಡೆಯುವಂತದಾಗಿದೆ ಸ್ವಾಮಿ. ಆ ಕಾರ್ಯ ಕೂಡ ಉತ್ತಮ ರೀತಿ ನಡೆಯುವುದಕ್ಕೆ ನಿಂತಿನ ಸಹಾಯ ಮಾಡು. ಹೌದು ಸ್ವಾಮಿ, ಅವತ್ತೇ ಕ್ಲಾಸ್ಗಳನ್ನ ತೆಗೆದುಕೊಳ್ಳೋದಕ್ಕೋಸ್ಕರ ಸ್ವಾಮಿ ಅಪ್ಪ ಟೀಚರ್ಗಳೆಲ್ಲ ರೆಡಿ ಆಗಿದ್ದಾರೆ ಕರ್ತ. ಕ್ಲಾಸ್ ಎಲ್ಲ ತಯಾರು ಮಾಡುವಂತರಾಗಿದ್ದಾರೆ ಸ್ವಾಮಿ. ತಕ್ಕ ಸಮಯದಲ್ಲಿ ಉತ್ತಮವಾದ ರೀತಿಯಲ್ಲಿ ಕರ್ತ ಕ್ಲಾಸ್ ಎಲ್ಲ ತಯಾರು ಮಾಡುವುದಕ್ಕೆ ಸಹಾಯ ಮಾಡು. ಎಲ್ಲ ಕೈ ಜೋಡಿಸಿ ಕರ್ತ ಒಂದು ಕೂಟ ನಡೆಸೋದಕ್ಕೆ ನಿಂತಿನ ಸಹಾಯ ಮಾಡಕ್ ನಾವು ಬೇಡಿಕೊಳ್ತೇವೆ. ಈ ವರ್ಷ ಕರ್ತ ಇನ್ನೂ ಹೆಚ್ಚಾದ ಜನರು ಹೆಚ್ಚಾದ ಮಕ್ಕಳು ಸೇರಿ ಬರುವುದಕ್ಕೆ ನಿಂತಿನ ಸಹಾಯ ಮಾಡು. ತಲೆಗೆ ಹೊಡೆದಂತ ಎಲ್ಲ ಮಕ್ಕಳು ಕರ್ತ ವಾಕ್ಯನ ಕೇಳಿ ಯೇಸು ಕ್ರಿಸ್ತನ ಬಗ್ಗೆ ತಿಳ್ಕೊಂಡು ನಂಬಿಕೆ ಇಟ್ಟು ರಕ್ಷಣೆ ಮಾರ್ಗಕ್ಕೆ ಬರುವಾಗೆ ನೀನನ್ನ ಸಹಾಯ ಮಾಡಕ್ ನಾವು ಬೇಡಿಕೊಳ್ತೇವೆ.
ಅಪ್ಪ ಇವತ್ತಿನ ಮೂರು ನಡೆಸೋದಕ್ಕೋಸ್ಕರ ಸ್ವಾಮಿ ಅನೇಕರು ಕೈ ಜೋಡಿಸಿದ್ದಾರೆ ಕರ್ತ, ಅನೇಕರು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ದಾರೆ, ಅನೇಕ ಸಹಾಯ ಮಾಡಿದ್ದಾರೆ ಸ್ವಾಮಿ. ಎಲ್ಲಾ ಕಾರ್ಯಗಳು ಆಗುವುದಕ್ಕೆ ಈ ಸಹಾಯ ಮಾಡೋದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಸ್ವಾಮಿ. ಅದೇ ರೀತಿಯಲ್ಲಿ ಈ ಬೇಸ್ ನಡೆಯುವುದಕ್ಕೂ ಕರ್ತ ನಿನ್ನ ಕೃಪಾ, ನಿನ್ನ ಕಟ್ಟಾಕ್ಷ, ನಿನ್ನೊಂದು ಆಶೀರ್ವಾದ, ಅನೇಕ ಸಹಾಯ ಬೇಕಾಗಿದೆ ಸ್ವಾಮಿ. ನಿನ್ನ ಗ್ರಹಿಸಪ್ಪ ಎಂಬುದಾಗಿ ಸನ್ನಿಧಾನದಲ್ಲಿ ಬೇಡಿಕೊಳ್ಳುತ್ತೇವೆ. ಹಾಗೆ ಸ್ವಾಮಿ ಈ ಸಭೆ ಹಾಲಿನ ಮೇಲ್ಗಡೆ ಕರ್ತ ಊಟ ಮಾಡೋದಕ್ಕೋಸ್ಕರ ಅನುಕೂಲವಾಗೋದಕ್ಕೋಸ್ಕರ ಒಂದು ಸೆಟ್ ಹಾಕ್ಬೇಕೆಂಬುದಾಗಿ ಆಲೋಚನೆ ಇದೆ ಸ್ವಾಮಿ. ಅದಕ್ಕೋಸ್ಕರ ಕೆಲವರು ಸಹಾಯ ಮಾಡಿದ್ದಾರೆ ಕರ್ತ. ಆ ಸಹಾಯ ಮಾಡಿದಂತ ನಿಂದ ಸ್ವಾಮಿ ಕೆಲಸವನ್ನ ಪ್ರಾರಂಭಿಸಬೇಕೆಂಬುದಾಗಿ ಸೇವಕರು ಕರ್ತ ಆಲೋಚನೆ ಮಾಡಿದ್ದಾರೆ ಸ್ವಾಮಿ. ಅದಕ್ಕೆ ಬೇಕಂತ ಹಣವನ್ನ ನೀನು ಬೇಯಿಸಿ ಪಡಬೇಕೆಂಬುದಾಗಿ, ಇನ್ನೂ ಸಹಾಯಕರನ್ನ ನೀನು ಬೇಯಿಸಿ ಪಡಬೇಕೆಂಬುದಾಗಿ ಸನ್ನಿಧಾನದಲ್ಲಿ ಬೇಡಿಕೊಳ್ಳುವಂತರಾಗಿದ್ದೇವೆ. ಅಪ್ಪ ಈ ಒಂದು ಸಭೆಯಲ್ಲಿ ಸೇವೆ ಮಾಡುವಂತ ನಿನ್ನ ಸೇವಕರನ್ನ ಆಶ್ರದ ಮಾಡನ್ನ ಬೇಡಿಕೊಳ್ತೇವೆ. ಪ್ರತಿದಿನ ಕರ್ತ ಅಪ್ಪ ಕ್ಲಾಸ್ ಅನ್ನ ರೆಡಿ ಮಾಡ್ಬೇಕು, ಹೌದು ಕರ್ತ ಬೋಧನೆ ಮಾಡ್ಬೇಕು ಸ್ವಾಮಿ. ಬರ್ಬೇಕಂತ ಆರೋಗ್ಯನ, ಬಲವನ್ನ, ಆತ್ಮನ ಸಹಾಯವನ್ನ ಧಾರಾಳವಾಗಿ ಅನುಗ್ರಹಿಸು. ಕುಟುಂಬನ ಕೂಡ ನೀವು ಆಶ್ರದ ಮಾಡನ್ನ ಬೇಡಿಕೊಳ್ತೇವೆ. ಅವ್ರ ಸೇವೆಗೆ ಹೋಗುವಾಗ ಬರುವಾಗ ನೀನು ಕಾದು ಕಾಪಾಡಿ ಸಂರಕ್ಷಣೆ ಮಾಡಪ್ಪ ಎಂಬುದನ್ನು ಸನ್ನಿಧಾನದಲ್ಲಿ ಬೇಡಿಕೊಳ್ತೇವೆ. ಒಬ್ಬರು ಅದನ್ನ ಆಶ್ರಯ ಚಿತ್ತ ಇಲ್ಲ ಸ್ವಾಮಿ, ಎಲ್ಲ ಲಕ್ಷಣ ಹೊಂದಬೇಕು ಮನಚಿತ ಇರುವಾಗ ಚಿತ್ತ ಬೇಗ ನೆರವೇರುವಾಗಿ ನಿನ್ನ ಸಹಾಯ ಮಾಡನ್ನ ಬೇಡಿಕೊಳ್ತೇವೆ. ಬೇಗ ಬರುತ್ತೇನೆ ಎಂಬುದಾಗಿ ವಾಗ್ದಾನ ಮಾಡಿ ಸ್ವಾಮಿ. ಬೇಗ ಬರುವಂತ ದೇವರು ನಿನ್ನ ಸ್ತೋತ್ರ ಕರ್ತ. ಇನ್ನ ಬರೋಣಕ್ಕೋಸ್ಕರ ನಾವೆಲ್ಲ ಸಿದ್ಧವಾಗಿರುವಾಗೆ ನಿನ್ನ ಸಹಾಯ ಮಾಡನ್ನ ಬೇಡಿಕೊಳ್ತೇವೆ. ಈ ಕೂಟಕ್ಕೆ ಬಂದಿರುವಂತ ಪ್ರತಿಯೊಬ್ಬರನ್ನ ಈ ಸನ್ನಿಧಿಯಲ್ಲಿ ಆಶೀರ್ವಾದ ಮಾಡಿ ಇದನ್ನ ಮಹಿಮೆ ಹೊಂದು ಎಂಬುದಾಗಿ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಹೆಸರಿನಲ್ಲಿ ನಾವು ಬೇಡಿಕೊಳ್ಳುತ್ತೇವೆ. ನಮ್ಮ ಸ್ವರ್ಗೀಯ ತಂದೆಯ ದೇವರೇ, ಆಮೆನ್. ನಾವು ಈ ಸಂದರ್ಭದಲ್ಲಿ ಒಂದು ಸಂಗೀತವನ್ನು ಆಡುವಾಗ ಪ್ರೇರೇಪಣೆ ನಾವು ವಿಶೇಷ ಕೂಟಗಳಲ್ಲಿ ಕೂಟಕ್ಕೆ ಅನುಕೂಲವಾಗುವಂತೆ ಒಂದು ಕಾಣಿಕೆ ತೆಗೆಯುವಂತದ್ದಿದೆ. ನಮ್ಮ ತಂದೆಯಾದ ದೇವರ ಪ್ರೀತಿಯು
ನಮ್ಮ ಕರ್ತನಾದಂತಹ ಯೇಸು ಕ್ರಿಸ್ತನ ಧಾರಾಳವಾದ ಕೃಪೆಯು, ಪವಿತ್ರಾತ್ಮನ ಐಕ್ಯತೆ, ಅನ್ಯೋನ್ಯತೆ, ಸಹವಾಸಗಳು ಇಲ್ಲಿ ಕೂಡಿ ಬಂದಂತೆಲ್ಲ ದೇವ ಮಕ್ಕಳ ಸಂಗಡಲು ಇವತ್ತು ಕೂಡಿ ಕರ್ತನ ನಾಮಸ್ಮರಣೆ ಮಾಡುವಂತಹ ಎಲ್ಲ ದೇವಭಕ್ತರ ಸಂಗಡಲು ಇಂದಿಗೂ ಎಂದಿಗೂ ನಿರಂತರವಾಗಿ ಇರಲಿ. ಎಲ್ಲರಿಗೂ ಧನ್ಯವಾದ ಕೊಡ್ತೇನೆ. பரலோகமே என் சொந்தமே இன்று காண்பேனோ, பரலோகமே என் சொந்தமே இன்று காண்பேனோ, என் இன்ப இயேசுவை நான் என்று காண்பேனோ, என் இன்ப இயேசுவை நான் என்று